ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് എങ്ങനെ? എല്ലാവർക്കും ആഗ്രഹമുണ്ട് ദൈവത്തിൽ എന്തെങ്കിലും പ്രാപിക്കണം. എൻ്റെ കുടുംബത്തിന് വേണ്ടി എന്തെങ്കിലും പ്രാപിക്കണം, എൻ്റെ ശരീരത്തിന് വേണ്ടി എന്തെങ്കിലും പ്രാപിക്കണം, എൻ്റെ ബുദ്ധിക്ക് വേണ്ടി എന്തെങ്കിലും പ്രാപിക്കണം, എൻ്റെ പണത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ പ്രാപിക്കണം, എൻ്റെ വിവാഹത്തിന് വേണ്ടി, എനിക്കൊരു എൻ്റെ കുടുംബത്തിലൊരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. ചിലരിങ്ങനെ പറയും തലമുറ വേണമെന്ന്. തെറ്റ്. ഭാഷ തിരുത്തുന്നത് എനിക്ക് വലിയ രസമാണ്. തലമുറ എന്ന് പറഞ്ഞാൽ ജനറേഷൻ എന്നാണ്. മക്കൾ വേണമെന്ന് പറയുന്നതാണ് നല്ലത് കേട്ടോ. തലമുറ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4, 5 അന്നേരം തലമുറയാവുന്നത്. ഓക്കെ. അപ്പോൾ ആളുകൾക്ക് ആഗ്രഹമുണ്ട്, മക്കളെ വേണം, കുറച്ചുകൂടെ ഭൂമി വേണം, കുറച്ചുകൂടെ നല്ലൊരു വീട് വേണം, കുറച്ചുകൂടെ നല്ലൊരു വാഹനം വേണം. ഇത് കൂടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകേണ്ടി വരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ഒരു മാർഗം ഞാൻ പറയുകയാണ്. ചോദിക്കുക, പ്രാപിക്കുക, പിടിച്ചെടുക്കുക. ചോദിക്കുക, പ്രാപിക്കുക, എന്നിട്ട് പിടിച്ചെടുക്കുക. ഗ്രാബ് യുവർ മിറക്കിൾ. നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ അത്ഭുതം വാങ്ങിച്ചെടുക്കുക. തിരുവചനം പറയുന്നു ഓരോ കാര്യത്തിനും ഒരു കാലമുണ്ട്. ഓരോ കാര്യത്തിനും അല്ലേ? ദിവസം കൊണ്ടുവന്നുള്ളവരൊക്കെ ഒന്ന് എടുത്തിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ദിവസം ഓരോരുത്തർ പിടിച്ച്. ഓക്കെ. ഹോളി ബൈബിൾ. ഹോളി ഫോണല്ല, ഹോളി ബൈബിൾ. ഫോണിനകത്ത് ബൈബിൾ ഇരിക്കട്ടെ, അത് വീട്ടിൽ ഇരിക്കട്ടെ. ഞാനും ഇന്ന് നോക്കിയെന്നാണ് എൻ്റെ വിചാരം. എല്ലാം കാണും. അല്ലല്ല, ബൈബിൾ, വേദപുസ്തകം. വേദപുസ്തകം എന്നുള്ളതിൻ്റെ വാക്ക് യഥാർത്ഥത്തിലുള്ള ഗ്രീക്ക് വാക്ക് ബിബ്ലിയോ എന്നാണ്. അവിടെ നിന്നാണ് ബൈബിൾ ഉണ്ടായത്. ബിബ്ലിയോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ദ ബുക്ക് എന്നാണ്, യഥാർത്ഥ പുസ്തകം. അതുകൊണ്ട് കടലാസുള്ള പുസ്തകമായിട്ട് വരണം. നിങ്ങളുടെ കയ്യിൽ നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം എഴുതിയെടുക്കാൻ. ആര് പ്രസംഗിച്ചാലും, PG വർഗീസ പ്രസംഗിച്ചെങ്കിലും സാരമില്ല, നോട്ട് ബുക്ക് ഉണ്ടായിരിക്കണം. കാരണം ഞാൻ ആര് പ്രസംഗിച്ചാലും നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ചില കാര്യങ്ങൾ അവർ പറഞ്ഞെന്ന് വരാം. എഴുതിയെടുത്തില്ലെങ്കിൽ വെളിയിലോട്ടിറങ്ങുമ്പോൾ മറന്നുപോകും. അതുകൊണ്ട് എഴുതിയെടുക്കുന്ന സ്വമാണ്. ഞാനതുകൊണ്ട് 2 പേനായി കൊണ്ട് നടക്കുന്നത്. ഒരെണ്ണം തെളിയാതെ വന്നാൽ അടുത്ത പേന ഉപയോഗിക്കാം. സഭാപ്രസംഗി പറയുന്നു 3:1. ഞാൻ വായിച്ചോളാം കുഞ്ഞാ കേട്ടോ. താങ്ക് യു. ആരായാലും കേട്ടോ, ഞാൻ വായിക്കുന്നതാണ് എൻ്റെ. ഞങ്ങൾ വടക്കേന്ത്യക്കാരാണ്. കേരളത്തിലാണ് ആളുകളെ കൊണ്ട് വായിപ്പിക്കുന്നത്. വടക്കേന്ത്യയിൽ ആരും വായിക്കാനില്ല, ഞങ്ങൾ തന്നെ വായിച്ചെങ്കിലും ഒക്കത്തുള്ളൂ. എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ആകാശത്തിന് കീഴിലുള്ള സകല കാര്യത്തിനും ഒരു കാലമുണ്ട്. സകലത്തിനും ഒരു അനുഗ്രഹമുണ്ട്, ഒരു കാലമുണ്ട്. ദൈവത്തിൽ നിന്ന് പിടിച്ചെടുക്കാൻ, വേദപുസ്തകം മനസ്സിലാക്കാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരൻ, നിങ്ങൾക്ക് അറിയാം, RSV ഒത്തിരി പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ഞാൻ പ്രസംഗിച്ചു പോകുമ്പോഴാണ് അധികം അദ്ദേഹം പാട്ടുകൾ എഴുതിയിട്ടുള്ളത്. എൻ്റെ ദൈവത്താൽ ഞാൻ പ്രസംഗിച്ചു പോയി, അദ്ദേഹം എഴുതി. യഹോവ റാഫ ഞാൻ പ്രസംഗിച്ചു പോയി, അദ്ദേഹം എഴുതി. യഹോവ ഈരെ ഞാൻ പ്രസംഗിച്ചു പോയി, അദ്ദേഹം എഴുതി. വീഴുന്നത് തീയിലല്ല, അവൻ്റെ അതൊക്കെ ഞാൻ പ്രസംഗിച്ചു പോകുമ്പോഴാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ഒരു ഉപദേശം കൊടുത്തു, നിങ്ങൾക്കും തരികയാണ്. പാട്ടെഴുതുന്നതിനും ഒരു കാലമുണ്ട്, പുസ്തകം എഴുതുന്നതിനും ഒരു കാലമുണ്ട്, പ്രസംഗം തിളങ്ങി നിൽക്കുന്നതിനും ഒരു കാലമുണ്ട്, രോഗശാന്തി കവിഞ്ഞൊഴുകുന്നതിനും ഒരു കാലമുണ്ട്. ആ കാലം ചിലപ്പോൾ 1 വർഷമാകാം, 10 വർഷമാകാം, 50 വർഷമാകാം, എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കാലമുണ്ട് സകലത്തിൽ. അപ്പോൾ വചനം പഠിക്കാനും ഒരു കാലമുണ്ട്. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയണമെന്നില്ല. യോഹന്നാൻ്റെ സുവിശേഷം എവിടെയാണെന്നറിയാമോ? ഉൽപ്പത്തി പുസ്തകം കഴിയുമ്പോഴാണ്. കർത്താവ് എന്നെടുത്തോട്ടെ, എടുക്കാൻ സമയം തരാൻ എടുക്കുകയാണ്. 20-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം. സോറി വേദപുസ്തകം വായിക്കാൻ കണ്ണാടി വേണം. 20-ാം അധ്യായം. ഈ ഫാനങ്ങ് നിർത്താമോ? ഞാൻ ആരായാലും ഫാനങ്ങ് നിർത്തിയ. അതെ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം വാക്യം. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതിൽക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൻ ഓടി. 2 വാക്കുകൾ അടിവരയിട്ട് മാർജിനിലോ അല്ലെങ്കിൽ നോട്ട് ബുക്കിലുണ്ടെങ്കിൽ അതിനകത്തെങ്കിലും എഴുതിയാട്ട്. അവൻ കണ്ടു. മുമ്പോട്ട് പോക. താഴെ 5-ാമത്തെ വാക്യം. 2 പേരും ഓടി. ഒരു സ്ത്രീ കണ്ടെന്നാണ് പറയുന്നത്. വേറൊരിടത്ത് പറയുന്നു 3 സ്ത്രീ. ഇതിനകത്ത് ഏതാ ശരി? ചിലരുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് വേദപുസ്തകം ശരിയല്ല. ഒരിടത്ത് പറയുന്നു 1 സ്ത്രീ, വേറൊരിടത്ത് പറഞ്ഞു 3 സ്ത്രീ. എത്ര ആണ്? 2 ശരിയാണ്. വേണമെങ്കിൽ ആർക്കെങ്കിലും പറയാം PG വർഗീസ് അവിടെ വന്നിരുന്നു. ശരിയാണ്, ഞാൻ വന്നു. വാസ്തവത്തിൽ ഞാൻ വന്നത് ഞാൻ ഒറ്റയ്ക്കല്ല വന്നത്, എന്നെ ഒരാൾ കൊണ്ടുവന്നതാണ്. അപ്പോൾ 2 പേരാണ് വന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ വ്യത്യാസം. ആ സ്ത്രീ ഓടിച്ചെന്നിട്ട് ശിഷ്യന്മാരുടെയൊക്കെ പറഞ്ഞു, 11 ശിഷ്യന്മാരാണ്, അവരുടെയൊക്കെ ചെന്ന് പറഞ്ഞു, നമ്മുടെ കർത്താവിൻ്റെ ശരീരം ആരാണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയി, അവിടെ ഇല്ല, ഞാൻ കണ്ടു, തുറന്നു കിടക്കുന്നു, ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി. 2 പേര് ഓടി, യോഹന്നാനും പത്രോസും. അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല. അവർ 2 പേരും ഓടി വന്നു. 7-ാമത്തെ വാക്യം.
റൂമാൽ ശീലകളോട് കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടു. അടിവരയിടാം. നിങ്ങൾക്ക് മിക്കവർക്കും അറിയാൻ വയ്യാത്തൊരു കാര്യം ഞാൻ പറയുകയാണ്. മിക്കവർക്കും, എല്ലാവരും ഇല്ല. എന്നിട്ട് ഇല്ല, ഞാൻ വേറെ ഒരിടത്തുണ്ടല്ലോ. കണ്ടു ശീല കിടക്കുന്നത് 5-ാമത്തെ വാക്യത്തിനകത്ത് പത്രോസ് ഓടി വന്നു കണ്ടു. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ അകത്ത് വന്നു കണ്ട് വിശ്വസിച്ചു. 8-ാമത്തെ വാക്യം. 3 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു കണ്ടു കണ്ടു കണ്ടു. സ്ത്രീകൾ വന്നു കണ്ടു, അവരോടി. 2 ശിഷ്യന്മാർ ഓടി വന്നു. അതിനകത്തെ ഒരാൾ എളുപ്പം അംഗീകരിച്ചെന്നു, പത്രോസ്. യോഹന്നാൻ ആദ്യം വന്നത് ചെറുപ്പമായിട്ടല്ല. 2 പേര് ഒരേ പ്രായത്തിൽ ഒരേ ഉയരമുള്ള 2 പേര് ഓടിയാലും ഒരാൾ മുമ്പേ വരും. അങ്ങനെ പക്ഷെ യോഹന്നാൻ പേടിച്ച് വെളിയിൽ നിന്നു. ആദരവോടെ, ഭയമല്ല, ആദരവിൻ്റെ ഭയം വെളിയിൽ നിന്നു. പത്രോസ് എന്നെ പോലാണ് ഓടി അങ്ങകത്ത് കയറി. പത്രോസും കണ്ടു. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ എന്നൊരകത്ത് കയറി. യോഹന്നാനും കണ്ടു. ഒരേ കാഴ്ച 3 പേര് കണ്ടു. പക്ഷെ 3 വാക്കാണ് മൂലഭാഷയിൽ. മലയാളത്തിനകത്ത് കണ്ടു, ഇംഗ്ലീഷിനകത്ത് കണ്ടു, തമിഴിനകത്ത് കണ്ടു, എല്ലായിടത്തും. എനിക്ക് അറിഞ്ഞൂടാ ഈ പരിഭാഷപ്പെടുത്തിയവർ എന്തുകൊണ്ട് 3 വാക്കുകൾ ഉപയോഗിച്ചില്ല. നമുക്ക് 3 വാക്കുകൾ ഇല്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. 1-ാമത്തെ കാര്യം, സ്ത്രീകൾ കണ്ടു. എഴുതുന്നവർക്ക് എഴുതിയെടുക്കാം. BLEPO, ബ്ലിപ്പോ. BLEPO, ബ്ലിപ്പോ എന്ന് പറഞ്ഞാൽ മാംസളമായ കണ്ണുകൊണ്ട് കണ്ടു. 2-ാമത് വന്ന് പത്രോസി എന്ന് കണ്ടു. തിയോറി, മനസ്സിലായി അല്ലേ? തിയറിയായിട്ട് കണ്ടു. അത് കഴിഞ്ഞിട്ട് യോഹന്നാൻ അകത്ത് ചെന്നിട്ട് കണ്ടു. അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് എയ്ഡോ എന്നാണ്. EIDO. നമുക്ക് വാക്കില്ലാഞ്ഞിട്ട് ആ പരിഭാഷ ഇംഗ്ലീഷിലും ഇല്ല, അതുകൊണ്ടാണ്. പക്ഷെ അവർക്ക് ഗ്രീക്ക് ഭാഷ കുറച്ച് വിശാലമാണ്. അതിനകത്തുണ്ട്. ഒരേ കാഴ്ച 3 പേര് കണ്ടു, 3 അർത്ഥത്തിൽ കണ്ടു. സ്ത്രീകൾ എന്താ കണ്ടു? യേശുവിൻ്റെ ശരീരം ആരാണ്ട് അടിച്ചുകൊണ്ട് പോയി നഗ്നമായ മാംസളമായ കണ്ടുകൊണ്ട് കണ്ടു. എന്നാൽ പത്രോസ് കണ്ടു തിയറിയായിട്ട്. അവൻ്റെ ശരീരം ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റതാ. ഈ ഉടുപ്പിനകത്തുനിന്ന് തുണിക്കകത്തുനിന്ന് അവൻ്റെ ശരീരം ആർക്കും എടുത്തുകൊണ്ട് പോകാനൊക്കത്തില്ല. അപ്പോൾ അവൻ ഉയർത്തെഴുന്നേറ്റ തിയറിയായിട്ട് കണ്ടു. ഞാൻ വേദപണ്ഡിതന്മാരെ കണ്ടുകൊണ്ട് യേശു കന്യകയിൽ നിന്ന് ജനിച്ചിട്ടില്ല, യേശു ക്രൂശിൽ മരിച്ചിട്ട് ഉയർത്തിട്ടില്ല. ഇനി ഇതൊക്കെ പറയുന്നത് തിയറിയായിട്ട് അറിയാവുന്നവർ. നമുക്കും ഈ അബദ്ധം പറ്റാം. യേശുവിനെ ക്രൂശിൽ കിടക്കുന്നവനായിട്ടൊരു ഫോട്ടോയ്ക്കകത്തൊക്കെ കാണാനൊക്കെ ഞാനും കണ്ടതാണ്. തിയറിയായിട്ട് കാണാം. എന്നാൽ അവസാനം പറഞ്ഞിരിക്കുന്ന എയ്ഡോ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഹൃദയം കൊണ്ട് കണ്ടു. അപ്പം നമുക്ക് 3 വിധത്തിൽ കാണാനൊക്കെ ദൈവത്തിൻ്റെ വചനത്തെ. അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ, ഒരു കാലമുണ്ടല്ലോ, ആ കാലത്തിൽ എനിക്ക് മനസ്സിലാക്കി തരണമേ. നിന്നെ മനസ്സിലാക്കുവാൻ, നിൻ്റെ വചനം മനസ്സിലാക്കുവാൻ, രണ്ടും വേണം. നിന്നെ മനസ്സിലാക്കുവാൻ, നിൻ്റെ വചനത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാൻ. യോഹന്നാൻ്റെ സുവിശേഷം, നമുക്ക് മുമ്പോട്ട് പോകാം. നമുക്ക് കിട്ടുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. ആ കാലം ഞാൻ പറഞ്ഞ പോലെ പാട്ടെഴുതാനുള്ളതായിരിക്കാം, പ്രസംഗിക്കാനുള്ളതായിരിക്കാം, ട്രാക്റ്റ് കൊടുക്കാനുള്ളതായിരിക്കാം, പുസ്തകം എഴുതാനുള്ള. നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. ആ കഴിവിനെ നിങ്ങൾക്ക് വികസിപ്പിച്ചെടുക്കാം. അല്ല എങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകും. അത് മാത്രമല്ല, അതിനെ വികസിപ്പിച്ചെടുത്തിട്ട് മറ്റുള്ളവർക്ക് ഉപയോഗപ്പെടുത്തക്കണം നമ്മൾ ഉപയോഗിക്കണം. 1 ശമൂവേൽ 17-ാം അധ്യായം 1-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഇവിടെ ഒരു യുദ്ധം ഉണ്ടാകുകയാണ്. ഇസ്രായേലിയരും ഫിലിസ്തീനുമായിട്ടൊരു യുദ്ധം ഉണ്ടാകുന്നു. അവർ 2 പേരും 2 കുന്നുകളിൽ വന്നു നിന്നു. നമ്മുടെ ജീവിതം ഒരു നിത്യ യുദ്ധക്കളമാണ്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ചിലരൊക്കെ എൻ്റെ പ്രസംഗം കേട്ട് കഴിയുമ്പം വിചാരിക്കും ലൈഫ് ഈസ് എ ബെഡ് ഓഫ് റോസസ്. ഒരുമാതിരി ജീവിതം മുഴുവൻ ഒരു പൂമെത്തയാണ്. അല്ല, എനിക്ക് ഇംഗ്ലീഷ് പറയേണ്ടത് ഇഷ്ടമല്ല, ഇംഗ്ലീഷ് വാക്കുകൾ. പക്ഷെ ചിലപ്പോൾ ഒരു സെൻറ്റൻസ് മുഴുവൻ പറഞ്ഞെന്ന് വരാം. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. ഇംഗ്ലീഷ് അറിയാവുന്നെന്ന് കാണിക്കാനല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ജീവിതം എന്ന് പറയുന്നത് ഒരു പൂമെത്തയല്ല. ജീവിതം, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരു യുദ്ധക്കളമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ നിന്നെ ശത്രു നോട്ടമിടും. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ഉയർന്നു പറക്കുന്ന ഗരുഡനെ, ഉയർന്നു പറക്കുന്ന പരുന്തിനെ വേട്ടക്കാരൻ ലക്ഷ്യമിടുന്നു.
നിങ്ങൾ എത്ര ചിലർ പറയാം, എന്നാൽ ഞാൻ അധികം ഉയരുന്നില്ല, ഞാൻ ഇങ്ങനെ താഴ്ന്ന് പറഞ്ഞേക്കാം. ശേ ഉയർന്ന് പറക്കുന്നതിൻ്റെ ഗുണം നിനക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്. വേട്ടക്കാരൻ നോട്ടമിട്ടാലും മറ്റാർക്കും ഇല്ലാത്ത പല ഗുണങ്ങളും നിനക്ക്, അനുഗ്രഹങ്ങളും ദൈവം തരും. അതുകൊണ്ട് രണ്ടുപേരും യുദ്ധത്തിന് വന്നു. ശത്രുവും വന്നു, ഇസ്രായേൽ ജനവും വന്നു. രണ്ടാമത്തെ വാക്യം, ശൗലും ഇസ്രായേലിയരും ഒന്നിച്ചുകൂടി ഫിലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. അവരുടെ സ്ഥലത്ത് ശത്രു വന്നിരിക്കുകയാണ് യുദ്ധത്തിന്. അപ്പോൾ ഇസ്രായേലും വന്നു. വെരി ഗുഡ്, അങ്ങനെ വേണം. നമ്മളോട് യുദ്ധം ചെയ്യുമ്പോൾ നമ്മൾ കാത്തിരിക്കരുത് ശത്രു നമ്മുടെ യുദ്ധത്തിന് വരാൻ. നമ്മൾ ശത്രുവിനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നവരാണ്. അതാണ് ഒരു ക്രിസ്തീയ ജീവിതം. പിശാചിനോട് ആരാണ് നമ്മുടെ ശത്രു? അമ്മായിമ്മയല്ല ശത്രു. ഒരു ഫലിതം പറയട്ടെ. ഒരിക്കൽ ഒരു ഓഫീസിൽ ഒരു സ്ത്രീ ജോലി ചെയ്യുക. അയ്യോ ഭയങ്കര തലവേദന, മണി 4 ചെന്ന് ഓഫീസിലൊക്കെ പറഞ്ഞു, സാറേ 4 മണിയായി, 5 മണിക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയാം, ഭയങ്കര തലവേദന, ഞാനങ്ങ് പോയിക്കോട്ടെ. അടുത്ത ദിവസം രാവിലെ ഇവർ വന്നു. അന്നേരം ഓഫീസർ ചോദിച്ചു, എങ്ങനെയുണ്ട് തലവേദന? ആ തലവേദന കോട്ടയത്ത് പോയിരിക്കുക, 2 ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ. നിൻ്റെ ഭർത്താവല്ല നിൻ്റെ ശത്രു, നിൻ്റെ അമ്മായിയമ്മയും അല്ല നിൻ്റെ ശത്രു, നിൻ്റെ മരുമകളുമല്ല നിൻ്റെ ശത്രു, അപ്പുറത്തെ സഭയിലെ ദൈവവേലക്കാരനുമല്ല നിൻ്റെ ശത്രു. നിൻ്റെ ശത്രു സാത്താനാണ്. അവനെ ചെറുതായിട്ട് നിങ്ങൾ കാണരുത്. അവന് 6000 വർഷത്തെ മുൻ പരിചയമുണ്ട്. നിന്നേക്കാളൊക്കെ വലിയ ആളുകളെ തട്ടിക്കളഞ്ഞാണ്. ആ പറഞ്ഞതിൻ്റെ അർത്ഥം അയ്യോ ശത്രു വലിയ ഇല്ല പേടിക്കണ്ട. ശത്രു വലിയവനാണ്, പക്ഷെ നിന്നിലുള്ളവൻ ഈ ശത്രുവിനേക്കാൾ വലിയവനാണ്. അവനെ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ ടെലിവിഷനൊക്കെ ചിലപ്പോഴൊക്കെ കാണുന്നവരായിരിക്കും, എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ വീട്ടിൽ ടെലിവിഷനും ഇല്ല, പത്രവും ഇല്ല. എങ്കിലും പണ്ടുണ്ടായിരുന്നു, ഞാൻ കണ്ടുകൊണ്ട് ടെലിവിഷനകത്ത് ഇല്ലയോ. അതിനകത്ത് ചിലപ്പോൾ സിംഹം വരുന്നു, കാള വരുന്നു, എന്തെങ്കിലുമൊക്കെ മൃഗങ്ങൾ വരുന്നു ഒക്കെ കാണുന്നൊക്കെ കാണാം. പ്ലാനറ്റ് എന്നൊക്കെ ഞാൻ പറയുന്നത് ഒരു ചാനലിനകത്ത് അതിങ്ങനെ വരുന്നു. ഒരു വിചാരിച്ചോട്ട് ഒരു വനത്തിൽ ഒരു പട്ടി ഉണ്ടായിരുന്നു. നിങ്ങൾ വിചാരിക്കും പട്ടി വനത്തിലുണ്ടോയെന്നൊന്നും ചോദിക്കരുത്, ഇതൊരു ഉദാഹരണമാണ്. ഈ പട്ടി വനത്തിനകത്തോട് ഇങ്ങനെ നടക്കും. അന്നേരം ഒരു കുരങ്ങനെ കണ്ടു. കുരങ്ങും ഓടിപ്പോയി. ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് വേറൊരു മലയണ്ണാനെ കണ്ടു. ആ മലയണ്ണാനും അങ്ങ് ഓടിപ്പോയി. ഇച്ചിരി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഒരു മാനിനെ കണ്ടു. മാനും അങ്ങ് ഓടിപ്പോയി. അപ്പുറത്തോട്ട് ചെന്നപ്പോൾ ഒരു കല്ല് കിടക്കുന്നു, ഒരു വലിയൊരു പാറ. ആ പാറയുടെ അവിടെ നിന്ന് ഒരു വാല് മാത്രം വെളിയിലോട്ട് കിടക്കുന്നു. അവന് മനസ്സിലായി ഇതൊരു കുരങ്ങാണ് കേട്ടോ. അതിന് കഴിയുമ്പോൾ അതൊരു സിംഹമായിരുന്നു. അങ്ങ് എഴുന്നേറ്റ് നിന്നു. അത് നിന്നടം നനഞ്ഞു. ആര് നിന്നടം? നിന്നിലുള്ളവൻ കുരങ്ങല്ല. നിന്നിലുള്ളവൻ ഹല്ലേലൂയ യഹൂദയുടെ സിംഹത്തിന്റെ വിത്താണ് നിന്നിലുള്ളത്. അങ്ങനെയാണെങ്കിൽ പിശാചിനെ ഭയപ്പെടേണ്ട ആവശ്യമില്ല. അവൻ എത്ര ഓപ്പൺ മീറ്റിങ്ങിനകത്ത് പറയാനൊക്കെ ഒന്ന കഥയാണോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും പറഞ്ഞു കളയാം. ചില വളച്ചു തിരിച്ചു പറയാം. സത്യമാണ് കേട്ടോ. ഞാൻ ജോലി രാജിവെച്ച് പട്ടാളത്തിലായിരുന്നു. ഞാൻ 11.5 വർഷം പട്ടാളത്തിൽ ജോലി ചെയ്തതാണ്. ജോലി രാജിവെച്ച് ഞാൻ ഒരു സ്ഥലത്ത് പോയി. നമ്മുടെ ശബരിമല പോലുള്ള സ്ഥലമാണ് പോയത്. ഒറ്റ ക്രിസ്ത്യാനി ഇല്ലാത്തണം. അപ്പം ഞാൻ രാവിലെ 6 മണിക്ക് ട്രാക്റ്റ് കൊടുക്കാൻ പോയി. ഞാനൊരു കഠിനാധ്വാനിയാണ്. അന്നും ഇന്നും കഠിനാധ്വാനിയാണ്. ഇന്നും 5 മണിക്ക് എഴുന്നേറ്റു. 6 മണിയാകുമ്പോൾ ഞാൻ ട്രാക്റ്റ് കൊടുക്കാൻ പോകും. 8 മണിയാകുമ്പോൾ വരും, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. എന്നിട്ട് പിന്നെയും പോകും ട്രാക്റ്റ് കൊടുക്കും. ഉച്ചയ്ക്ക് വരും, പിന്നെയും ആഹാരം കഴിച്ച് വെച്ച് പിന്നെയും പോകും ട്രാക്റ്റ് കൊടുക്കും. 4 മണിക്ക് വരും. 4 മണിയാകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും കൂടെ 5 വീട്ടിൽ പോയി സുവിശേഷം പറയും. അവിടെ വീട്ടിനകത്ത് കയറ്റത്തില്ല. കാരണം പഞ്ചാബിലും കാശ്മീരിലും ഒക്കെ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടികളാണ്. തോട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അധികം പേർക്ക് മനസ്സിലാകത്തില്ല. ഈ പഴയ കാലത്ത് കൊല്ലത്തും ഒക്കെ കക്കൂസ് ഉണ്ടായിരുന്നു. ഞാൻ കൊച്ചുനാളിൽ പോയിട്ടുണ്ട്. എനിക്ക് വയസ്സ് 49 കഴിഞ്ഞല്ലോ. കഴിഞ്ഞിട്ട് എത്ര വർഷമായെന്ന് പറയത്തില്ല. എന്നാലും നിങ്ങളോട് സ്നേഹം ഉള്ളതുകൊണ്ട് പറയാം. പാസ്റ്റർ അറിയാതെ കയറി പറഞ്ഞു പോയി. 49 + 31 + 1 എത്രയായി? 81 വയസ്സുണ്ട്. അപ്പോൾ എൻ്റെ കൊച്ചുനാൾ ഞാൻ തിരുവനന്തപുരത്ത് പോകുമ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ കക്കൂസുണ്ട്. അന്നത്തെ കാലത്ത് ചെറ്റപ്പരയാണ്, വലിയ പണക്കാരുടെ വീട്ടിലൂടെ സിമെൻറ്റ് കൊണ്ടുള്ളത്. ആലപ്പുഴ വലിയ പട്ടണങ്ങളിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ ഈ ആളുകൾ രാവിലെ പോയിട്ട് ഈ 1ക്കും 2ക്കും സാധിക്കും. നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു, 1ക്കും 2ക്കും സാധിക്കും. എന്നിട്ടൊരു 10 മണിയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് ഒരു തോട്ടി വരും. ഇത് കളക്ട് ചെയ്യാനായിട്ട് ഈ നമ്മൾ രാവിലെ ഇടുന്ന ചന്ദനം ഉണ്ടല്ലോ, അതൊരു സ്പൂൺ വെച്ച് ഇങ്ങനെ കോരി ഒരു തൊട്ടിക്കകത്ത് ഇട്ടുകൊണ്ട് പോകും. കാശ്മീരിലൊക്കെ ഒരു കൊട്ടയ്ക്കകത്താണ് എടുക്കുന്നത് അത്. എന്നിട്ട് ഇങ്ങനെ ഒക്കത്ത് വെച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് ദൂരെ കൊണ്ട് കളയും. അപ്പോൾ അവരെ നാറും, അവരുടെ തുണിയും നാറും. പ്രത്യേകിച്ച് മഴ അവർക്ക് ചായ പോലും കടയിൽ നിന്ന് കൊടുക്കത്തില്ല. രൂപ കൊടുത്താൽ അരിയും പഞ്ചാരയും കിട്ടത്തില്ല. എനിക്കും തരത്തില്ലായിരുന്നു.
അതുകൊണ്ട് ഞങ്ങളെ വീട്ടിലൊന്നും കയറ്റാത്തതുകൊണ്ട് മുറ്റത്ത് നിന്നുകൊണ്ട് പാട്ട് പാടും. ജബ് സെ പ്യാരാ എനിക്ക് നല്ലപോലെ പാടാൻ അറിയാം കേട്ടോ. ബാത്റൂമിലെ പാടത്തുള്ളൂ എന്നുള്ളതേ ഉള്ളൂ ധാരാറ്. ജബ് സെ പ്യാരാ യേശുവായ മേരാ ജീവൻ ബദൽ ഗയ. എനിക്ക് പാടാൻ അറിയത്തില്ല കേട്ടോ. അതൊരു പാടും. അപ്പോഴവർ വെളിയിലോട്ട് വരുമ്പോൾ ഞാനോ ലില്ലിയോ സുവിശേഷം പറയും, വേദപുസ്തകം വായിച്ചു. കാരണം എനിക്ക് അവരുടെ ഭാഷ അറിയത്തില്ല. വേദപുസ്തകത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കും, അങ്ങനെ പോകും. അപ്പം ഒരു ദിവസം ഞാൻ 8:30 ട്രാക്ടർ കൊടുത്തും വെച്ച് വീട്ടിലോട്ട് വരികയാണ്. വീട്ടിൽ വന്നു, പല്ല് തേക്കുകയാണ്. രാവിലെ 8:30 വരുമ്പോഴാണ് പല്ല് തേക്കുന്നത്. രാവിലെ പല്ല് തേക്കാതെ കൂടി പോകും. പല്ല് തേച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം അവിടുത്തെ ഒരു വലിയ മന്ത്രവാദി, ഏറ്റവും വലിയ മന്ത്രവാദി, വലിയൊരു കുറിയൊക്കെ ഇട്ട്, വലിയൊരു ജുബായും ഒക്കെ ഇട്ട്, വലിയൊരു പാളത്താറും ഒക്കെ ഉടുത്ത് അവരെ കൂടെ പോവാ. എന്നെ ഒന്ന് നോക്കി, ആ കോനെ നിങ്ങളാരാ, ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ പുതുതായിട്ട് വന്ന പട്ടാളത്തിൽ നിന്ന് ജോലി രാജിവെച്ചുമ്പോൾ യേശുവിനെ പറ്റി പറയാമെന്ന. ഓഹോ, ഞാൻ ആരാന്നറിയോ? എനിക്കൊരു ചെറിയ സംശയമുണ്ട് ഇയാൾ ആരാന്ന് കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞ അറിയത്തില്ല. ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദി. ഇവിടുത്തെ ചെറുപ്പക്കാരൊക്കെ ചട്ടമ്പികളാണ് കേട്ടോ. മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ ഇവിടുന്ന് നിന്നെ അടിച്ചാൽ നിൻ്റെ ചോര, ഒരു ബസ് സ്റ്റാൻഡ് ഒരു ചരിവുള്ള സ്ഥലമാണ്, അവിടെ അടിച്ചാൽ നിൻ്റെ ചോര അവിടുന്ന് താഴെ വരെ ഒഴുകും കേട്ടോ. കേട്ടോ, മാത്രമല്ല ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ മന്ത്രവാദി. ഒരു തുള്ളു മണ്ണെടുത്തിട്ട് ഓം ക്രീം ഐസ്ക്രീം ഫേസ് ക്രീം എന്ന് പറഞ്ഞ് നിൻ്റെ പുറത്തോട് ഇടാമെങ്കിൽ നീ അപ്പോഴേ തല പൊട്ടി താഴെ വീണ് ചാവും. തമാശ പറഞ്ഞല്ല, ദൈവം സാക്ഷി, കള്ളം പറയത്തില്ല. ബിജുപരിശ് അഭിനയിക്കും. വേറൊരു കാര്യം, ഞാനിങ്ങനെ ആ ഭിത്തിയിലോട്ട് ചാരി ചെയ്യുന്നുണ്ട്, പല വെച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞ ആണ്ട നിൽക്കുന്നു, ഒന്ന് ഇട്ടാട്ടാ മണ്ണ്, ഞാനൊന്ന് കാണട്ടെ. അയാൾ പറഞ്ഞു, ഇപ്പം സമയമില്ല, സമയമുള്ളപ്പോൾ വരാം. 49.5 വർഷമായി ഇതുവരെ അയാൾ വന്നിട്ടില്ല. ഞാൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് ട്രാക്ടർ കൊടുക്കുമ്പോൾ അതിൽ കൂടെ പോകുന്നത് കാണാം. അന്നേരം ഞാൻ വിളിച്ചു പറയും, പണ്ഡിറ്റ്ജി നമസ്കാർ. അയാൾ എന്നെ ഇങ്ങനെ നോക്കിപ്പോകും. അയാളുടെ കഴുത്തിനാ വേദന, എനിക്കല്ല. എനിക്ക് പേടിയില്ലാഞ്ഞിട്ടാണോ? അതെ, പേടിയില്ലാഞ്ഞിട്ടാണ്. എന്താ കാര്യം? എന്നിലുള്ളവൻ, ബാക്കി പറഞ്ഞേ, എന്നിലുള്ളവൻ, ബാക്കിയോട് പറഞ്ഞാട്ടെ, ഈ ലോകത്തിലുള്ള സകല പിശാചിനേക്കാളും വലിയവൻ, യഹൂദയുടെ സിംഹം, അവനാണ് നിന്നിലുള്ളത്. ആ വിശ്വാസം നിങ്ങൾക്കുണ്ടായിരിക്കണം. ഹല്ലേലൂയ. 23 ഒരു വിജയത്തിൻ്റെ, വിജയഘോഷത്തിൻ്റെ വർഷമായിട്ട് മാറട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് ശൗൽ രാജാവാണ്. അവരും പടയ്ക്ക് വന്നു. നല്ല കാര്യം. 3-ാമത്തെ വാക്യം, 2 പേരും 2 മലഞ്ചെരുവിലാണ്, മധ്യത്തിലൊരു താഴ്വര. 4-ാമത്തെ വാക്യം, ഫെലിസ്ത്യ പാളയത്തിൽ നിന്നും ഗത്യനായ ഗോല്യാത്ത് എന്ന മല്ലൻ പുറപ്പെട്ടു വന്നു. മല്ലൻ എന്നുള്ള വാക്കിന് ചാമ്പ്യൻ എന്നാണ് ഇംഗ്ലീഷിനകത്ത്. ചാമ്പ്യൻ. ഗത്യനായ ഗോല്യാത്ത് എന്ന മല്ലൻ പുറപ്പെട്ടു വന്നു. ദൈവജനത്തെ കൺഫ്യൂസ് ചെയ്തു. ദൈവജനത്തെ കൺഫ്യൂസ്, മലയാളം പരിഭ്രമിപ്പിച്ചു. അല്ല, അതുമല്ല എൻ്റെ ശരിയായിട്ടുള്ള വാക്ക് കേട്ടോ. എന്തുമല്ല, അവനെ കൺഫ്യൂസ് ചെയ്തു. എന്താ കാര്യം? പറഞ്ഞു, നിങ്ങളൊക്കെ ശൗലിനെ സേവിക്കുന്നവരല്ലയോ, നിങ്ങളൊക്കെ IPC-ക്കാരല്ലയോ, നിങ്ങളൊക്കെ അസംബ്ലി സൗകര്യക്കാരല്ലയോ, നിങ്ങളൊക്കെ പെന്തിക്കോസുകാരല്ലയോ. നമ്മൾ പെന്തിക്കോസുകാരൊന്നുമല്ല. നിങ്ങളായിരിക്കാം, ഞാനല്ല. ഞാൻ ആരാണെന്നറിയാമോ? ഞാനൊരു ദൈവദാസനാണ്. ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനാണ്. മറ്റേതൊക്കെ അവിടെ കിടക്കട്ടെ, ആ ലേബലൊക്കെ അവിടെ കിടക്കട്ടെ. പക്ഷേ എൻ്റെ അകത്ത് പറയുന്നത് ഞാൻ ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് വർക്കറാണെന്നല്ല, ഞാനൊരു പാസ്റ്ററാണെന്ന് മാത്രമല്ല, പിന്നെയോ ദൈവം രക്ഷിച്ച യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു വിശ്വാസിയാണ് ഞാൻ. ആ ധൈര്യം നമുക്കെല്ലാവർക്കും ഉണ്ടായി. ശൗലിൻ്റെ അടുക്കലൊക്കെ പറഞ്ഞു, നിങ്ങളൊക്കെ ശൗലിനെ സേവിക്കാൻ വന്നിരിക്കുകയല്ലേ, ശൗലിൻ്റെ ബാല്യക്കാരാണല്ലേ, ഞങ്ങളൊരു കാര്യം ചെയ്തിട്ട് ഒരുത്തനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചാട്ടെ, ആ ഒരുത്തനോട് യുദ്ധം ചെയ്യട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവരെ കൺഫ്യൂസ് ചെയ്തു. ഹല്ലേലൂയ. നമ്മളെ പിശാച് ഒരിക്കലും കൺഫ്യൂസ് ചെയ്യരുത്. നിനക്ക് കഴിവില്ല, ഈ പിശാച് വലുതാ, ഇത് സാധാരണ കഴിവെന്നുള്ളവരല്ല. വലിയ ദൈവദാസന്മാർ പ്രാർത്ഥിച്ചു. ഒരാളെൻ്റെ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ വന്നു. എവിടെയായിരുന്നു? എറണാകുളത്തിനപ്പുറത്ത്. ഞാനുണ്ട്, ഈപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈപ്പച്ചനുണ്ട്. വന്ന് വെച്ച് പറഞ്ഞു, വലിയ പാസ്റ്റർമാരൊക്കെ വന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിപ്പോകാത്തൊരു ഭൂതമുണ്ട്, വന്ന് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വലിയ ദൈവദാസനും ചെറിയ ദൈവദാസനുമല്ല. ഹല്ലേലൂയ. ബാക്കിയുള്ളവർ എത്ര പേര് പ്രാർത്ഥിച്ചെന്ന് എനിക്കറിയേണ്ട. ദിനകരൻ പ്രാർത്ഥിച്ചോ, റെയ്നാഡ് ബോങ്കെ പ്രാർത്ഥിച്ചോ, ഇതൊന്നും എനിക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം എൻ്റെ ഒക്കെ പറഞ്ഞത്, നിങ്ങളുടെ കളും പറഞ്ഞത്, എൻ്റെ ശബ്ദം കേൾക്കാൻ നിങ്ങളുടെ കളും പറഞ്ഞത്, പോകാൻ ലോകത്തിൻ്റെ ഏറ്റത്തോളം പോയി സുവിശേഷം പ്രസംഗിക്കാൻ, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർ സൗഖ്യമാകും, ഭൂതങ്ങൾ വിട്ടുപോകും. ഹല്ലേലൂയ. ചിലർ ചോദിക്കും, പോയില്ലെങ്കിൽ കമ്പനിക്ക് പോയി, എനിക്കെന്തോ നഷ്ടം?
എൻ്റെ ജോലിയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഞാൻ പഞ്ചാബിലോട്ട് സ്ഥലം മാറി, കാശ്മീരിൽ നിന്ന്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ ആദ്യത്തെ മീറ്റിംഗ് ഒരാളിനെ കിട്ടി. അയാൾ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് വരണം, മീറ്റിംഗ് ആട്ടെ. അപ്പോൾ എൻ്റെ കൂടെ 10-11 പിള്ളേരുമുണ്ട്, ബൈബിൾ സ്കൂളിലെ പിള്ളേരുമുണ്ട്. ഞങ്ങൾ അവിടോട്ട് ചെന്നു. അപ്പോൾ ഡോളൊക്കെ അടിച്ച് കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരാൾ ഓടി വന്ന് പറഞ്ഞാണ്ട് എൻ്റെ ഭാര്യ ചാവാൻ കിടക്കുക, എളുപ്പം വന്നൊന്ന് പ്രാർത്ഥിക്കാമോ, സുഖം. ഞാൻ പറഞ്ഞു ഞാൻ വെച്ച് നല്ലൊരു അവസരം കിട്ടി. എൻ്റെ ബൈബിൾ സ്കൂളിലെ പിള്ളേർക്കെല്ലാം ഇപ്പം ഞാൻ കാണിച്ചു കൊടുക്കും എങ്ങനെ രോഗികൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നതെന്ന്, മരിക്കാൻ കിടക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു അവരെ കൂടെ വിളിച്ച് വന്നാട്ടെ. ഞങ്ങളെല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നപ്പോൾ ഒരു സ്ത്രീ കട്ടിലേക്ക് കിടക്കുകയാണ്. അവരുടെ കാലിൽ ഞാനൊന്ന് തൊട്ട് നോക്കി, ഐസ് പോലെ ഇരിക്കുന്നു. എൻ്റെ ഒരു ഗോപാലൻ കണിയാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാല് തണുത്താൽ ആൾ ചത്തു എന്നാണ് അർത്ഥം. എന്നൊക്കെ പറഞ്ഞാൽ പ്രാർത്ഥിച്ചാട്ടെ. ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവായി യേശുവിൻ്റെ നാമത്തിൽ കാലയിൽ ചൂട് വരട്ടെ, യേശുവിൻ്റെ നാമം. ഞാൻ പറഞ്ഞതും അവർ പ്രാണനെ വിട്ടതും ഒന്നിച്ചിരുന്നു. ഇനി എവിടെയെങ്കിലും ആരെങ്കിലും ചാവാൻ കിടക്കുന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ വരാം. ഞാനിങ്ങ് പോരുന്നു. എൻ്റെ പിള്ളേരൊക്കെ, എൻ്റെ ബൈബിൾ സ്കൂൾ സ്റ്റുഡൻസൊക്കെ എന്നെ നോക്കുക. അടുത്ത ദിവസം, അടുത്ത ആഴ്ച അതേ വീട്ടിൽ മീറ്റിംഗ് നടക്കുകയാണ്. ഡോളക്ക് എന്ന് പറഞ്ഞു ചെണ്ടയടിക്കും. ഇവിടെ നമ്മളൊക്കെ ഡ്രമ്മാണ്, അവിടെയൊക്കെ ചെണ്ടയാണ്. അപ്പോൾ ചെണ്ടയടിച്ച് പാട്ട് പാടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് വേറൊരു വീട്ടിൽ നിന്ന് ഒരാൾ വന്ന് വെച്ച് പറഞ്ഞു, ഞങ്ങളതാണ് നിങ്ങൾ ചെണ്ടയടിച്ചപ്പോൾ നാളെ ഞങ്ങളുടെ അവിടുത്തെ എൻ്റെ മോക്ക് ഭൂതം കയറി വന്ന് പ്രാർത്ഥിക്കാം. തലയാഴ്ചത്തെ ഓർമ്മ എനിക്ക് കിടക്കുന്നു. ഞാൻ പറഞ്ഞു വരാം. ഞാൻ അതും അല്ല ചിന്തിച്ചത്. ഞാൻ പറഞ്ഞു വരാം. റിസൾട്ട് നോക്കുന്നതല്ല എൻ്റെ ജോലി. യേശു ഒരിക്കലും പറഞ്ഞില്ല കഴിഞ്ഞ ആഴ്ച പരാജയപ്പെട്ട പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ കർത്താവ് പറഞ്ഞു പോയി പ്രാർത്ഥിക്കണമെന്നാണ്. ഞാൻ പറഞ്ഞു വരാം. 11 പിള്ളേരെയും കൂടെ വിളിച്ചു, അങ്ങോട്ട് ചെന്ന് ഭൂതം ഇറങ്ങിപ്പോയി. നീ ഒരിക്കൽ പരാജയപ്പെട്ടാൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഒരിക്കൽ മറുപടി കിട്ടിയില്ല എന്ന് വെച്ചിട്ട് ആ എക്സ്പീരിയൻസിൻ്റെ പുറത്തല്ല നീ പ്രവർത്തിക്കേണ്ടത്, ദൈവം തന്നുള്ള വാഗ്ദത്വത്തിൻ്റെ പുറത്താണ്. ഹല്ലേലൂയ. അപ്പോഴാണ് ഗത്തിൽ നിന്നൊരു ഗത്തുകാരനായ ഒരുത്തൻ വന്നിട്ട് പറയുകയാണ്, ദ്വന്ദ്വ യുദ്ധത്തിന് കൺഫ്യൂസ് ചെയ്തു. അവർ പറയേണ്ടതായിരുന്നു, നീ ആരാടാ പറയാൻ? എടാ, ഞങ്ങൾ യുദ്ധം ചെയ്യേണ്ട കാര്യം ഞങ്ങളാണ് നിശ്ചയിക്കുന്നത്, നീ അല്ല നിശ്ചയിക്കുന്നത്. ഞങ്ങളുടെ വേദപുസ്തകത്തിനകത്ത് ദ്വന്ദ്വ യുദ്ധം എന്നൊരു കാര്യമേ പറഞ്ഞിട്ടില്ല. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നിങ്ങൾക്കെപ്പോഴും ഇത് പാസ്റ്റർമാർക്കുള്ള ഈ വിഷയമാണ് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും സർവതന്ത്ര സ്വതന്ത്രരായിട്ട് നിൽക്കരുത്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കരുത്. നിങ്ങൾക്ക് എപ്പോഴും മേളിൽ ആരെങ്കിലുമൊക്കെ ഒരു കമ്മിറ്റി ഉണ്ടായിരിക്കണം, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കണം. ദ്വന്ദ്വയുദ്ധം ക്രിസ്തീയ ജീവിതത്തിലില്ല. ക്രിസ്തീയ ജീവിതത്തിൽ കൂട്ടമായിട്ടുള്ള യാത്രയും യേശു ക്രിസ്തു 2 പേരെ അയച്ചത്. നല്ല എക്സാമ്പിളാണ്. അവൻ ഒരാളിനെ അല്ല തിരഞ്ഞെടുത്തത്, 12 പേരെയാണ് ഒറ്റയടിക്ക് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ഗോലിയാത്ത് വന്ന് പറയുകയാണ്, നിങ്ങൾ ആരെങ്കിലും ഒരാളിനെ ഇങ്ങോട്ട് അയച്ചാട്ടെ. അവൻ എന്നോട് ഇങ്ങനൊന്നുള്ള പറഞ്ഞിട്ടാണ് ശബ്ദമൊക്കെ വലിയ, നിങ്ങളിലാരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വന്നോട്ട് എന്നോടുകൂടെ ദ്വന്ദ്വയുദ്ധം എന്ന് പറഞ്ഞാൽ ഗുസ്തിന്നാ. എൻ്റെ കൂടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഗുസ്തിയല്ല, ദ്വന്ദ്വയുദ്ധം ഒറ്റയ്ക്കൊറ്റയ്ക്ക് കേട്ടോ. ഞങ്ങൾ ജയിച്ചാൽ നിങ്ങളെല്ലാവരും തലമുറയായിട്ട് ഞങ്ങളുടെ ദാസന്മാരായിരിക്കും. അഥവാ അവൻ ജയിക്കാമെങ്കിൽ ഞങ്ങൾ മുഴുവൻ നിൻ്റെ വേലക്കാരായിരിക്കും. ഇത് കേട്ടപ്പോഴേ ബാക്കിയുള്ളവരെയൊക്കെ മുട്ടടിക്കാൻ തുടങ്ങി. ആരും പറഞ്ഞില്ല ഇതൊരു സുവർണാവസരമാണ്, ഇതൊരു നല്ല അവസരമാണെന്ന് പറഞ്ഞില്ല. അഭിഷേകമുള്ള ചവുല് പോലും പറഞ്ഞില്ല. അവിടെ എഴുതിയിരിക്കുകയാണ്, ഹല്ലേലൂയ, രാവിലെ 40 ദിവസം ഇതായിരുന്നു യുദ്ധം. 40 ദിവസം ഇതാണ് യുദ്ധം. എന്താ യുദ്ധം? ഒരു യുദ്ധവും ഇല്ല, ചുമ്മാ ഇന്നിട്ട് വാചോടിയാണ്. രാവിലെ അങ്ങോട്ട് മാർച്ച് ചെയ്യുന്നു വന്ന് നല്ലപോലെ ഇറച്ചിയൊക്കെ തിന്നും വെച്ച് നല്ല ഇറച്ചിയും ചപ്പാത്തി എല്ലാം കൂടെ അങ്ങോട്ട് തിന്നിച്ച് പോകണം യുദ്ധത്തിന്. അപ്പോഴാ ഗോലിയാത്ത് വരുന്നത്. അപ്പോഴത്തേക്ക് അവർക്ക് മുട്ടടിക്കുക. എന്നിട്ട് അവർ അങ്ങോട്ട് ഓടി, വന്നത് നടന്ന് തിരിച്ചു പോകുന്നത് ഓടി. അഭിഷേകം പോയാലുള്ള തരാറതാ. അഭിഷേകം പോകരുത്, അതിനെ വിലപ്പെട്ടതായിട്ട് കണക്കാക്കണം, നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. ആരാ വന്നത്? ഗത്തിൽ നിന്നും. ഗത്തിനെ പറ്റി എവിടെ എഴുതിയിരിക്കുന്നത്? യോശുവയുടെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 21-ാമത്തെ വാക്യം. അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേലി മലനാട് എന്നീയിടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി. ഗത്തിലും അസ്തോരിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്യരും ദേശില്ല. ആരാണ് ഗത്ത്? യോശുവ സകലരെയും കൊന്നു, ദൈവം പറഞ്ഞതുപോലെ. പക്ഷേ ഗത്തിലുള്ള അമാലേക്കരെ കൊന്നില്ല. അവിടുന്ന് ഒരുത്തം വരുന്നത്. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? നമ്മൾ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെട്ടാൽ മാത്രം പോരാ, വെള്ളവസ്ത്രം ധരിച്ചാൽ മാത്രം പോരാ, ആവരണ ഊരിയാൽ മാത്രം പോരാ, ഹല്ലേലൂയ എന്നുള്ള കൈകൊട്ടി ഇതൊക്കെ ചെയ്യണം. ഞാൻ നിങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുന്നവനാണ്.
പക്ഷെ ഇതിലൊക്കെ മാത്രമല്ല, പിശാചിന് ഒളിച്ചിരിക്കാൻ അവസരമുള്ള യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അവരെ അമാലിയെ ചിലയിടത്തൊക്കെ വെച്ചു, ബാക്കിയുള്ളവരെയൊക്കെ കൊന്നു. ചോദ്യം ചോദിക്കാൻ പോവാ, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പിശാചിന് ഒളിച്ചിരിക്കാൻ അവസരമുള്ള എന്തെങ്കിലും ഉണ്ടോ? മന്ത്രച്ചരട്, വേറെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? കള്ളിൻ്റെ കുപ്പി, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? ഒരു ദിവസം ഞാൻ രാവിലെ കട്ടൻ ചായ ഉണ്ടാക്കും. എനിക്ക് വലിയ ഇഷ്ടമാണ് കട്ടൻ ചായ. മരുന്നായിട്ട് കുടിക്കുന്നതാണ് കേട്ടോ. നിങ്ങൾ കട്ടൻ ചായ കുടിക്കാമെങ്കിൽ കുടിക്കണം. ഒരു കപ്പ് ചായ ദിവസം കുടിക്കുന്നത് നല്ലതായിരിക്കും. മരുന്നായിട്ടുണ്ടാക്കുന്നത് ഞാൻ 2 കപ്പ് ഉണ്ടാക്കി 1 കപ്പ് ഭാര്യയ്ക്ക് കൊടുക്കും. എന്നിട്ട് എൻ്റെ ഇതിനകത്ത് ഞാൻ 2 സ്പൂൺ തേൻ ഒഴിക്കും. നല്ലതാണ്. തേനോട് ഒഴിക്കുക, ഇച്ചിരി നാരങ്ങാ നീരോട് ഒഴിക്കാമെങ്കിൽ വെരി ഗുഡ്. അപ്പം ഞാൻ നോക്കിയപ്പോഴാ തേൻ കാണുന്നില്ല. അപ്പം ലില്ലി കിടക്കമുറിയിലാണ്. ഞാൻ ചോദിച്ചു, ലില്ലി നമ്മുടെ ഈ തേൻ ഇല്ലയോ? പറഞ്ഞ് മേളത്തെ ഷെൽഫിലുണ്ട്, നേരത്തെ ഉണ്ടായിരുന്നു, തീർന്നു പോയി. ഞാൻ ഷെൽഫ് തുറന്നപ്പം ഒരു വിസ്കി കുപ്പി. എൻ്റെ കർത്താവേ, അവൾ ഞാൻ അറിയാതെ വിസ്കിയും കുടിക്കാൻ തുടങ്ങി. എനിക്കറിയാൻ കുടിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ എടുത്തു. എനിക്കറിയാം ആരാണ്ട് ഞങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് വരുന്നവർ എനിക്ക് തേൻ ഇഷ്ടമാണെന്നറിയാം. ഇഷ്ടമുള്ളതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാം? ഞാൻ അഥവാ നിങ്ങളുടെ വീട്ടിൽ അബദ്ധവശാൽ വന്നാൽ എന്തൊക്കെ തരണമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ടെന്ന് വിചാരിച്ചു പറയുന്നതാണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ തേൻ കൊണ്ടു തരും. ഞാൻ ആ കുപ്പി എടുത്തു, തേനീച്ചിര കയ്യിൽ ഒഴിച്ച്, നല്ല 1-ാം തരം പാറയിൽ നിന്നെടുത്ത തേൻ ഞാൻ ചായ ഉണ്ടാക്കി കുടിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇൻഡോർ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഇരിക്കുകയാണ്. അവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദർശനത്തിൽ കണ്ടു എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന വിസ്കി കുപ്പി. ഞാൻ ഉടനെ തന്നെ ലില്ലിക്ക് ഒരു സന്ദേശം അയച്ചു. ലില്ലി വീട്ടിലിരിക്കുന്ന വിസ്കി കുപ്പി എടുത്തിട്ട് അത് വേറൊരു കുപ്പിക്കകത്തൊഴിച്ചിട്ട് ആ കുപ്പി, പഴയത് കുപ്പി എടുത്ത് കളയണം. ചോദ്യം, ഒരു വിസ്കി കുപ്പി ഇരുന്നാൽ കുഴപ്പമുണ്ടോ? ഉണ്ട്. പറഞ്ഞിട്ടെ, വിചാരിച്ചാട്ടെ. ഞങ്ങളുടെ വീട്ടിൽ ടെലിഫോൺ റിപ്പയർ ചെയ്യാനായിട്ട് ഒരാൾ വന്നു. അയാൾ കയറി വരുമ്പോൾ അയാളുടെ കൂടെ വിസ്കിയുടെ ദുഷ്ടാത്മാവുണ്ട്, കള്ളിൻ്റെ ദുഷ്ടാത്മാവുണ്ട്, ചാരായത്തിൻ്റെ ദുഷ്ടാത്മാവുണ്ട്, സിഗരറ്റിൻ്റെ ദുഷ്ടാത്മാവുണ്ട്, പല ദുഷ്ടാത്മാവുണ്ട്. ഒരു 100 ദുഷ്ടാത്മാവുണ്ടെന്ന് വിചാരിച്ചു. അതിനകത്ത് ഒരു ദുഷ്ടാത്മാവ് വിചാരിക്കുക, ഈ വീട് കൊള്ളാമല്ലോ, ഇവിടെ ഒരു ദുഷ്ടാത്മാവില്ല. വേദപുസ്തകത്ത് അങ്ങോട്ട് വാക്യമുണ്ട്, അടിച്ച് ഇട്ടിരിക്കുന്ന ഒരു ദുഷ്ടാത്മാവ്. എന്നാൽ ഇവിടെ അങ്ങ് താമസിക്കാം. എവിടെ താമസിക്കാം? അതിനൊരു വീട് കണ്ടുപിടിക്കണം. ആ വീടാണ് എൻ്റെ കള്ളുകുപ്പി. അതുകൊണ്ട് എനിക്ക് വല്ലതും ദോഷമുണ്ട്? ഉണ്ട്. ഒരു ദിവസം ഞാൻ നിരാശനാകുമ്പോൾ പിശാചൻ്റെ ചെവിയിൽ മന്ത്രിക്കാം, നിനക്കിപ്പോൾ ഉറക്കം വരുന്നില്ലല്ലോ, ഇച്ചിരി കുടിച്ചും വെച്ച് കിടന്നാൽ കുഴപ്പമില്ല. ഇങ്ങനെ പറയുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. പാസ്റ്റർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. CPM-ലെ മൂപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കുടിച്ചു വെച്ച് കിടക്കുന്നത് കുഴപ്പമില്ലെന്ന്. പോട്ടെ, എൻ്റെ മകന് നിരാശ വന്നാൽ വായിക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? പിശാചിന് ഒളിച്ചിരിക്കാൻ തക്ക യാതൊന്നും നിൻ്റെ വീട്ടിലുണ്ടാകാൻ പാടില്ല. ബാക്കിയൊക്കെ നല്ലതാണ്. ആരാധിച്ചാട്ടെ, പാട്ട് പാടിയാട്ടെ, കൈ കൊട്ടിയാട്ടെ, ആഭരണം ഊരി കളഞ്ഞാട്ടെ. ഊരി കളയുന്നവരൊക്കെ എനിക്ക് തരണം കേട്ടോ, ഞാൻ കൊണ്ടുപോയിക്കോളാം. എൻ്റെ ദൈവം എന്നെ പഠിപ്പിച്ചു, ഒരൊറ്റ അമാലേക്കിനെയും നീ ശേഷിക്കൽപ്പിക്കരുത്. അവൻ നാളെ നിന്നെ ചലഞ്ച് ചെയ്യാം, നിന്നെ വിളിക്കാം. ഹല്ലേലൂയ. പാപകാരണമായ ശേഷിപ്പൊന്നും വെച്ചേക്കരുത്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതാണ്, ദൈവമേ, പാപവും പാപകാരണവും എൻ്റെ ഉണ്ടാകരുത്. ചിലത് പാപം, ചില പാപകാരണം. കള്ള് കുടിക്കുന്നത് പാപം, കള്ളിൻ്റെ കുപ്പി വെച്ചേക്കുന്നത് പാപത്തിന് കാരണമായി അത് നാളെ തല ഉയർത്താം, അതെന്നെ ആക്രമിക്കാം, അതെന്നെ പിടിച്ചെടുക്കാം, അതെന്നെ ഓടിച്ചെന്ന് വരാം. ഹല്ലേലൂയ. അന്നേരം ഗൊലിയാത്ത് വന്നേ. അവൻ്റെ ഉയരം 11 അടി 4 ഇഞ്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ലോഹപ്പെട്ടിയാണ്. 11 അടി എന്ന് പറയുമ്പോഴത്തേക്ക് 3 മീറ്ററാണ്. വലിയ ഒരു ലോഹപ്പെട്ടിയാണ്. അവൻ്റെ ആയുധങ്ങൾ, അവൻ്റെ ഡ്രസ്സ് എല്ലാം കൂടെ ഞാനൊന്ന് കൂട്ടി നോക്കി. 123 കിലോയുടെ ലോഹമാണ്. 120. എൻ്റെ ദൈവം, എനിക്ക് 25 കിലോ എടുക്കാൻ പ്രയാസമാണ്. 123. അവനൊരു ലോഹപ്പെട്ടിയാണ്. നടക്കുമ്പോൾ ശബ്ദം കേൾക്കും, വാ വന്നാട്ടെ. ശത്രുവിനെ കാണുമ്പോൾ നിനക്ക് പേടി വന്നെന്ന് വരാം. അവൻ്റെ പ്രവൃത്തികളെ പറ്റി കേൾക്കുമ്പോൾ പറയാം. അവൻ അട്ടഹസിച്ച് പറഞ്ഞു, ഹല്ലേലൂയ, യഹോവയുടെ ഇസ്രായേലിൻ്റെ ദൈവത്തെ അപലപിച്ച് പറഞ്ഞു, ഇസ്രായേൽ മക്കളെ അപലപിച്ച് പറഞ്ഞു. എന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, എന്നെ തോൽപ്പിക്കാനൊക്കത്തില്ല. എൻ്റെ ഒരു നല്ല പുസ്തകം ഉണ്ടായിരുന്നു, ശത്രുവിനെ വലുതായി കാണരുത്. അവൻ്റെ ശബ്ദം കേട്ടോണ്ടിരുന്നാൽ നിനക്ക് ഭയം വരും. അവനെ കേട്ടോണ്ടിരുന്നാൽ നിൻ്റെ വിശ്വാസം കുറഞ്ഞു വരും. എന്നാൽ നീ അവനെ നോക്കാതെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കാമെങ്കിൽ നീ അകത്ത് വളരാൻ തുടങ്ങും. 11-ാമത്തെ വാക്യം. ഈ വാക്കുകൾ ശൗലും ഇസ്രായേലും കേട്ടപ്പോൾ, അവിടെ കേൾക്കരുത്,
ചിലരൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നാത്തൂനോട് ഒത്തിരി നാൾക്ക് ശേഷം കാണും. ആ സഹോദരിമാരെല്ലാം കൂടെ കൂടി, അപ്പുറത്തെ സഹോദരന്മാരും ഉണ്ട് കേട്ടോ. അന്നേരം പറയുന്നത്, അയ്യോ എൻ്റെ അടീ, ഞങ്ങളുടെ സഭയിൽ ഒരു ഭൂതം പിടിച്ച് ഒരുത്തിയെ കൊണ്ടുവന്നു, ഞങ്ങളുടെ പാസ്റ്റർ അങ്ങോട്ട് ചെന്നും വെച്ച് തലയിലോട്ട് കൈ വെച്ചു, എടീ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ദേഹമൊക്കെ പെരുത്ത് വരുന്നു. അല്ല, ഇതെന്തിനാ കേൾക്കുന്നേ? വേഷം കേട്ടോ, കേൾക്കരുത്. കേൾക്കുന്നെങ്കിൽ ദൈവത്തെ പറ്റിയുള്ള വാർത്ത കേൾക്കണം, പിശാചിൻ്റെ വർണ്ണനയല്ല കേൾക്കേണ്ടത്. ഒന്ന് കേട്ടപ്പോൾ ഭ്രമിച്ച് ഏറ്റവും ഭയപ്പെട്ടു. അവർ കേട്ടു, കണ്ടു. ഹല്ലേലൂയ. അവർ രാവിലെ കേട്ടു, വൈകിട്ട് കേട്ടു, രാവിലെ കേട്ടു, വൈകിട്ട് കേട്ടു, 40 ദിവസം കേട്ടു. അതുകൊണ്ട് എന്ത് പറ്റി? അവർ ഓടാൻ തുടങ്ങി. ഹല്ലേലൂയ. കാണുമ്പോഴൊക്കെയും കേൾക്കുമ്പോഴൊക്കെയും ഓട്ടമാണ് 40 ദിവസം. എന്ത് കാണണം? ദൈവത്തെ കാണണം. ഏലിയാവ് പറയുന്നത് കേട്ടാട്ടെ. 1 രാജാക്കന്മാർ 17-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്. ഞാൻ പറഞ്ഞല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല. ഇംഗ്ലീഷിനകത്ത് വായിക്കാം. നിങ്ങൾക്ക് കുറച്ചെങ്കിലും നല്ലതുപോലെ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഒരു വശത്ത് ഇംഗ്ലീഷും ഒരു വശത്ത് മലയാളവും കൂടെയുള്ള ഒരു ബൈബിൾ വാങ്ങിക്കുന്നത് നിങ്ങൾക്ക് വളരെ നന്നായിരിക്കും. ഇംഗ്ലീഷിനകത്ത് വായിക്കാം. ആസ് ദ ലോർഡ് ഗോഡ് ഓഫ് ഇസ്രായേൽ ലിവത്ത് ബിഫോർ ഹൂം ഐ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ദൈവം, 2 കാര്യം പറയുന്നത്. എൻ്റെ ദൈവം ജീവിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ അവൻ്റെ മുമ്പാകെയാണ് നിൽക്കുന്നത്. ഏലിയാവ് എന്തിനാണ് കണ്ടത്? ദൈവത്തെ. എവർ കണ്ടത് എന്തുവാ? ശത്രുവിനെ ലോഹപ്പെട്ടിയാണ് കാണുന്നത്. ഞാനും നീയും എന്ത് കേൾക്കണം? ദൈവത്തിൻ്റെ വചനം കേൾക്കണം. ഹല്ലേലൂയ. ദൈവമക്കളുടെ കുറ്റമല്ല, നമ്മുടെ പാവത്തിൻ്റെയും പട്ടിണിയുടെയും ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും കഥകളല്ല പറയേണ്ടത്. വിജയത്തിൻ്റെ, ദൈവം സഹായിച്ചതിൻ്റെ, രോഗസൗഖ്യം നമുക്ക് കിട്ടിയതിൻ്റെ, കടഭാരം മാറിയതിൻ്റെ, അസംഭവ്യമായിട്ടുള്ളത് സംഭവ്യമായി തീർന്നത്. എൻ്റെ ആദ്യത്തെ 5 വർഷത്തെ പട്ടിണിയെപ്പറ്റി പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കത്തില്ല. അതുപോലെ ചിലപ്പോൾ പുസ്തകത്തിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വരെ സംശയം തോന്നും, ഞാൻ ഈ പറയുന്നതൊക്കെ നേരാന്നോ? ആർക്കറിയാം? ഞാൻ കള്ളം ഊഹിച്ചെഴുതുകയാണോ? ഞാൻ അതിൻ്റെ സൈഡിൽ എഴുതി വെക്കും, പ്ലീസ് ലില്ലി ഒന്നൊന്ന് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞാട്ടെ ഞാൻ എഴുതുന്നത് സത്യമാണോ എന്ന്. ആ പട്ടിണിയുടെ കാലത്ത് എൻ്റെ കുഞ്ഞ് 3 പ്രാവശ്യം ബോധം കെട്ട് വീഴുന്നത് ഞാൻ കണ്ടു. എൻ്റെ ഭാര്യ കീറിയ ബ്ലൗസ് ഇട്ടുകൊണ്ട് റോഡിൽ കൂടെ നടക്കുന്നത് കണ്ടും വെച്ച് ആണുങ്ങൾ കണ്ണ് കാണിക്കുന്നത് ഞാൻ കണ്ടു. എൻ്റെ അഭിമാനത്തിന് ക്ഷത ഉണ്ടായി. തോട്ട സൂപ്രണ്ടിൻ്റെ മോനാണ് ഞാൻ. പട്ടാളത്തിൽ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. ഒരിക്കലും ഞങ്ങൾ വില കുറഞ്ഞ തുണി ഇട്ടിട്ടില്ല. എൻ്റെ ഭാര്യ റോഡിൽ കൂടെ നടക്കുമ്പം ബ്ലൗസ് കീറിയതാണ്. കുഞ്ഞിനെ ഒക്കത്തെടുത്തിട്ടുണ്ട്. കുഞ്ഞിനെ മേളിലോട്ട് പൊക്കിയപ്പോഴാണ് ബ്ലൗസ് കണ്ടത്. അവിടെയൊക്കെ ഒരു പറച്ചിലുണ്ട്, ഇവരൊക്കെ ചെറുപ്പക്കാരെ സ്ത്രീകളെ കൊടുത്തിട്ട് മാമോദീസ മുക്കുന്നതെന്ന്. അതുകൊണ്ട് എനിക്ക് വിഷമുണ്ടായി. ആ സമയത്ത് എനിക്ക് തിരുവനന്തപുരത്തു നിന്നൊരു ക്ഷണം കിട്ടി, ഇവിടെ വരെ വരണം. അവിടെ ഒരു ഫെലോഷിപ്പുണ്ട്. ഒറ്റ ഫെലോഷിപ്പേ അന്നത്തെ കാലത്തുള്ളൂ. ട്രിവാൻഡ്രം പ്രയർ പാർട്ട്നേഴ്സ് ഫെലോഷിപ്പ്. എല്ലാം ഓഫീസേഴ്സാണ്. പാവപ്പെട്ടിട്ടുണ്ട് എങ്കിലും അധികം ഓഫീസേഴ്സാണ്. ഇവിടെ വരെ വരണമെന്ന് സാക്ഷ്യം പറയണം. കാരണം കടയ്ക്കലുള്ള സാമുവൽ സാറ് ബ്രദറിനെ പറ്റി പറഞ്ഞു. സാമുവൽ സാറിന് എന്നെ അറിയാം, ലില്ലിയുടെ വീട്ടുകാരെ അറിയാം. ലില്ലിയുടെ വീട് ഇവിടെ അടുത്താണ്, വാളകത്താണ്. നിങ്ങൾ നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടും അവിടെ ചെന്നിട്ട് തോട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നു, തോട്ടികൾ തരുന്ന ചപ്പാത്തി തിന്നുന്നു, തോട്ടികൾ തരുന്ന ഗോതമ്പാവ് തിന്നു, ഇവിടെ വന്നിട്ടൊന്ന് സാക്ഷ്യം പറയണം. ഞാൻ അവിടെ വരെ ചെന്നു. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞ് വെച്ച് കണ്ടു A.J. ജോസഫ്, കേശവദാസപുരത്ത് A.J. ജോസഫ് സാറിനെ കണ്ടു. അദ്ദേഹമാണ് അതിൻ്റെ സെക്രട്ടറി. അദ്ദേഹം പറഞ്ഞു, നാളെ നമ്മുടെ മീറ്റിംഗാണ്, മാസത്തിലൊരു മീറ്റിംഗാണ്, ബ്രദർ വരണം. ഒരു 150-200 പേര് കാണും. മിക്കവാറും എല്ലാവരും ഓഫീസേഴ്സാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്തോത്രകാഴ്ച എടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം ചെയ്യണം, അവിടുത്തെ കഷ്ടത്തെ നഷ്ടത്തെ പറ്റി പറയണം. ഞാൻ പറയത്തില്ല. എന്നെ ദൈവം വിളിച്ചത് ദൈവം നല്ലവനാണെന്ന് പറയാനാണ്. അവൻ എനിക്ക് കഷ്ടം തന്നു, നഷ്ടം തന്നു, എനിക്ക് മുട്ടുവേദന തന്നു, എൻ്റെ കൊച്ചൻ കോവിഡായിട്ട് മരിച്ചു. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഞാൻ വേറെ കുറേ നല്ല കാര്യങ്ങൾ പറയാം. ഹല്ലേലൂയ. നിങ്ങളുടെ വായിൽ നിന്ന് വരുന്നത് ദൈവത്തിൻ്റെ സ്തുതിയായിരിക്കണം. ഹല്ലേലൂയ. കഷ്ടവും നഷ്ടമല്ല. തിരുവനന്തപുരത്ത് ഒരു അസംബ്ലീസ് ഓഫ് ഗോഡിലെ ഒരു സായിപ്പ് ഉണ്ടായിരുന്നു. ആരെങ്കിലുമൊക്കെ കാണാൻ ന്യായമില്ല. പണ്ടായിരുന്നു. സോർബോ മിഷണറി ആയിരുന്നു അദ്ദേഹം. അന്നത്തെ കാലത്ത് പെന്തിക്കോസ്തുകാർക്ക് ഒരു മാസയോഗമുണ്ട്. കാരണം കുറച്ച് പേരേ ഉള്ള മാസത്തിൽ ഒന്നിച്ച് കൂടിയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ മാസയോഗം എന്ന് പറയുന്നത് വിശ്വാസികളുടെ. അപ്പോൾ ഒരു മീറ്റിങ്ങിന് യഥാർത്ഥ കഥയാണ്. അവിടെ മീറ്റിംഗ് നടക്കുന്ന സമയത്താണ് ഒരാൾ എഴുന്നേറ്റ്, ദൈവനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ, ഇന്നലെ എൻ്റെ ഭർത്താവ് എന്നെ എടുത്തിട്ട് പൊതിരി അടിച്ചു, എന്തിനാ അടി, നീ പോയി വെള്ളത്തിൽ മുങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയായാലും ഞാൻ കർത്താവിനോട്. അപ്പോൾ വേറൊരാൾ സാക്ഷി പറഞ്ഞു, വേറൊരാൾ സാക്ഷി പറഞ്ഞു, വേറൊരാൾ, എല്ലാം കണ്ണുനീരിൻ്റെ കഥയാണ്. അവസാനം സായിപ്പിൻ്റെ ഒക്കെ പറഞ്ഞ് പ്രസംഗിച്ചാട്ടെ. സായിപ്പ് എഴുന്നേറ്റ് പ്രസംഗിച്ചു. ഇംഗ്ലീഷിലാണ് പറഞ്ഞ്, വേറൊരാൾ പരിഭാഷപ്പെടുത്തിയ ആളാണ് എൻ്റെ ഒക്കെ പറഞ്ഞ്. The Malayalis are notoriously famous. Whenever they will get an opportunity to talk about their God, they will talk about their customs and nastams. മലയാളത്തിൽ പറയാം, മലയാളികൾ കുപ്രസിദ്ധരാണ്. അവർക്ക് ദൈവത്തെ പറ്റി പറയാൻ ഒരു അവസരം കിട്ടിയാൽ പറയുന്ന എല്ലാം കഷ്ടവും നഷ്ടത്തെ പറ്റിയാണ്. നിങ്ങൾ അക്കൂട്ടത്തിലാകരുത്.
നിങ്ങൾ പറയാനുള്ളത്. ഞാൻ പറയത്തില്ല. പിന്നെ എന്തിനാ പട്ടിണി കിടന്ന കാര്യം പറയും? അത് പറഞ്ഞു വെച്ച് ഞാൻ പറയുന്നു, എൻ്റെ ദൈവം എൻ്റെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി. 43,000 രൂപയുടെ പേനയാണ് കൊണ്ട് നടന്നത്. ഹല്ലേലൂയ. 1,900 രൂപയുടെ 1,900 രൂപ 2,000 രൂപ കൊടുത്തോ 10 രൂപ തിരികെ തന്നു. ഒരു ചെരുപ്പാണ്ടിട്ടുകൊണ്ട് നടക്കുന്നത്. ഇപ്പോഴില്ല കേട്ടോ, ആരാണ്ട് എടുത്തുകൊണ്ട് പോയി. ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം, കഷ്ടം വന്നു ശരി, നഷ്ടം വന്നു ശരി, വേദന വന്നു ശരി, രോഗം വന്നു ശരി, പക്ഷേ എൻ്റെ സ്വർഗസ്ഥനായ ദൈവം എന്നെ അതിനകത്തൊന്ന് വിടുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഒരു വക്കീലായിട്ട് സംസാരിക്കുക. ദൈവത്തിൻ്റെ ഒരു വക്കീലായിട്ട് 2023 മുഴുവൻ ദൈവത്തിൻ്റെ വക്കീലായിട്ട് സംസാരിക്കുന്ന ഒരു വർഷമായി തീരട്ടെ. ഹല്ലേലൂയ. ഏലിയാവിനെ പോലെ പറയുന്നവരായിക്കട്ടെ. ഹല്ലേലൂയ. എവർ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ദൈവത്തെ ശപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ദൈവത്തെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുക, എവിടെ അഭിഷക്തൻ? ഹല്ലേലൂയ. അവൻ ഇസ്രായേലിൻ്റെ രാജാവായി, ആദ്യത്തെ രാജാവായിട്ട് ദൈവം തിരഞ്ഞെടുത്തതാണ്. 1 ശമൂവേൽ 10:1. അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്ത് അവൻ്റെ തലയിൽ ഒഴിച്ചവനെ ചുംബിച്ച് പറഞ്ഞത്, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭുവായി. ഹല്ലേലൂയ. പ്രഭു എന്ന് പറഞ്ഞാൽ ലീഡർ, പ്രിൻസ് എന്നാണ്. നിന്നെ അഭിഷേകം. ഇത് കേട്ടവന് അത് മറന്നുപോയി. ദൈവത്തിൻ്റെ വചനം ഒരിക്കലും മറക്കരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ഒരിക്കലും മറക്കരുത്. ഞാൻ സ്വത്തില്ലാത്ത മനുഷ്യനാണ്. എനിക്ക് ഭൂമിയില്ല, വീടില്ല, ഫ്ലാറ്റില്ല, ജീപ്പില്ല, കാറില്ല, മോട്ടോർ സൈക്കിൾ, ഒരു സൈക്കിൾ പോലും ഇല്ലാത്ത മനുഷ്യനാണ് ഞാൻ. ഇന്ന് മരിച്ചാൽ എൻ്റെ മക്കൾക്ക് കിട്ടുന്നത് 5-6 ജുബ്ബയാണ്, 8-10 ജുബ്ബ കാണും. ടെലിവിഷനകത്ത് പറഞ്ഞ് 5-6 ഷർട്ടുണ്ട്, 4-5 പാൻറ്റുണ്ട്, ഒരു ജോഡി ചെരുപ്പും ഒരു ജോഡി ഷൂസും ഉണ്ട്. ഇത് എൻ്റെ മക്കൾക്ക് ഭാഗിച്ച് കിട്ടുന്നതല്ലാതെ വേറെ ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഞാൻ അവർക്ക് വലിയൊരു കാര്യം കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഞാൻ അവരെ അടിച്ച് കയറ്റി പഠിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താണ്, അവരെല്ലാവരും ഉയർന്ന തലങ്ങളിലെത്തി. എൻ്റെ മൂത്ത മോൻ 5-6 ഡിഗ്രി ഉണ്ട്. എൻ്റെ രണ്ടാമത്തെ മോളുടെ പേര് ഡോക്ടർ ആനി വർഗീസ്, PhD, ഡയറക്ടർ, ഒരു യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറാണ്. എങ്ങനെയാണ് സംഭവിച്ചത്? എൻ്റെ മക്കൾക്കെല്ലാം ഇതുപോലെ സംഭവിച്ചത് എങ്ങനെയാണ്? നിങ്ങൾ ആൾ വിചാരിച്ചേക്കാം PhD പണം ഉണ്ടായിട്ടാണ്. എൻ്റെ മക്കൾക്ക് ചോദിച്ചാൽ മതി. അവർ 5 വർഷം അമേരിക്കയിൽ പോയി പഠിച്ചു, 3 വർഷം ബാംഗ്ലൂരിൽ പോയി പഠിച്ചു. അവർക്ക് എത്ര രൂപ ഞാൻ കൊടുത്തു? കുറച്ചേ കൊടുത്തുള്ളൂ. പിന്നെ എങ്ങനെ ജീവിക്കും? അവരെങ്ങനെ ജീവിച്ചു? ഹല്ലേലൂയ. ഞാൻ പറഞ്ഞുതരാം. അവർക്ക് വിശ്വാസം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മൂത്ത മോനെ ഞങ്ങൾ തിരുവനന്തപുരത്തേക്കാണ് വിട്ടത്. പോകാൻ നേരം ഫീസ് പോലും കൊടുക്കാൻ മുഴുവൻ പൈസ ഇല്ലായിരുന്നു. ഞാൻ സ്ഥലത്തില്ല. ലില്ലി അവിടുത്തെ പ്രൊഫസർ തോമസിന്, കേശവദാസപുരത്തെ പ്രൊഫസർ തോമസിന് ഒരു എഴുത്തെഴുതി കൊടുത്തയച്ചു. എങ്ങനെയെങ്കിലും അവൻ്റെ അഡ്മിഷൻ ഒന്ന് വാങ്ങിച്ചു കൊടുക്കണേ, ബാക്കി രൂപ പിന്നീട് അയച്ചു തരാം. അവനങ്ങ് പോയി. പകുതി രൂപയും കൊണ്ടാണ് പോയത്. അത് കഴിഞ്ഞപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ എങ്ങോട്ടൊക്കെ കറങ്ങിയിട്ടൊക്കെ തിരിച്ചൊരിക്കൽ വീട്ടിൽ വന്നു വെച്ച് ഞാൻ ലില്ലിയൊക്കെ ചോദിച്ചു, ലില്ലി മോനെ വിശേഷമൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. അന്ന് ഫോണൊന്നുമില്ല, ലാൻഡ് ഫോണേ ഉള്ളൂ. ദിവസത്തിലൊരിക്കലും ഫോൺ ചെയ്യാനൊക്കത്തുള്ളൂ, 8 മുതൽ 9 വരെ. വിശേഷമൊന്നും ഇല്ലല്ലോ? ഇല്ല. അവിടെ രൂപയൊക്കെ അയക്കുന്നുണ്ടോ? അയ്യോ, ഞാൻ അയച്ചില്ല. അച്ഛൻ അയച്ചില്ലയോ? ഇല്ലോ താൻ അയച്ചില്ലയോ? ഇല്ല. 8 മണിയാകുമ്പോൾ ഞാൻ ഫോൺ ചെയ്തു. ഞാൻ ചോദിച്ചു, മോനെ എടാ നീ പകുതി രൂപയും കൊണ്ടാണ് പോയെ, മമ്മി രൂപ അയക്കാൻ മറന്നുപോയെന്ന് പറഞ്ഞു. മോനെ രൂപ വല്ലതും വേണോടാ? അവൻ എൻ്റെയൊക്കെ ചോദിച്ചു, ഡാഡിക്ക് രൂപ വല്ലതും വേണോ? ഒരു 5,000 രൂപ വേണമെങ്കിൽ അങ്ങോട്ട് അയച്ചു തരാം. ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ നീ കഞ്ചാവ് കച്ചവടമാണെന്ന് അവിടെ പോയിട്ട്, ഞാൻ നിന്നെ പഠിക്കാൻ വിട്ടതാ, നീ അവിടെ പോയിട്ട് എന്തുവാ പറഞ്ഞ? ഡാഡി മമ്മി ഞങ്ങൾക്ക് വിശ്വാസം തന്നിട്ടുണ്ട്. ഡാഡിയും മമ്മിയും കൂടെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഞങ്ങൾക്ക് തുണി തന്നത്, ചെരുപ്പ് തന്നത്, രൂപ തന്നത്, അരി തന്നത്, പാല് തന്നത്, പച്ചക്കറി തന്നത്, ഉപ്പ് തന്നത്, ഒരു നുള്ളു ഉപ്പും കൊണ്ട് ഒരു പെൺകൊച്ചു വന്നു. ഇതൊക്കെ ഞങ്ങൾ കണ്ടതാണ്. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പോലെ ഞാനിവിടെ വന്നു, തിരുവനന്തപുരത്ത് വന്നു. ഏത് കോളേജ്? ഒരു കോളേജ്, ഫേമസ് കോളേജ്, മാർ ഇവാനിയസ് കോളേജിലാണ്. അന്നത്തെ ഹോസ്റ്റലിനകത്ത് ഫാനില്ല, ഇരുന്നലയുടെ മേളിലാണ്. അവന് ചൂട് സഹിക്കാൻ വയ്യ. ഇവിടുത്തെ ചൂട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യ, ഞങ്ങളുടെ ചൂട് നിങ്ങൾക്ക് സഹിക്കാനൊക്കെ അതിൽ രണ്ടും വ്യത്യാസമാണ്. അവൻ ജനലങ്ങോട്ട് തുറന്നിട്ടു. അവൻ പറഞ്ഞു, കർത്താവേ മഴ വേണമല്ലോ. അവനറിയാമായിരുന്നു, ഞാൻ അവനെ പഠിപ്പിച്ചിട്ടുണ്ട്. പറഞ്ഞു കേൾക്കണം മാതാപിതാക്കൾ, ഞാൻ എൻ്റെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും വേണമെങ്കിൽ ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദത്ത വാക്യം കണ്ടുപിടിക്കണം. വാഗ്ദത്തം, അതാണ് എൻ്റെ വിഷയം. പ്രോമിസ് വേഴ്സ്, ഒരു വാഗ്ദത്തമാണ്. അവൻ ആലോചിച്ചു മഴ പെയ്യും എന്നുള്ളതിന് വാക്യം ഇടാ. അവൻ ആലോചിച്ച പെട്ടെന്ന് ഓർമ്മ വന്നു, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി അയക്കുക. എവിടെ എഴുതിയിരിക്കുന്നത്? ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം 30. യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവൻ അങ്ങോട്ട് എടുത്തു, ജനൽ അങ്ങോട്ട് തുറന്നു. യഥാർത്ഥ കഥയാണ് പറയുന്നത് കേട്ടോ. ഞാൻ ഇപ്രാവശ്യം അച്ഛനെ കണ്ടപ്പോൾ, കാർഡിനാളിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ വെച്ച് എൻ്റെ മോൻ പ്രാർത്ഥിച്ചതാണ്. ജനൽ അങ്ങോട്ട് തുറന്നു. എന്നിട്ട് പറഞ്ഞു, ആകാശമേ കേൾക്കുക, ഈ ചൂട് എനിക്ക് സഹിക്കാൻ വയ്യ. ഭൂമിയെ കേൾക്കുക, എനിക്ക് ചൂട് സഹിക്കാൻ വയ്യ. അതുകൊണ്ട് മഴ പെയ്യട്ടെ, ഭൂമി നനയട്ടെ, ഈ തണുപ്പൊന്ന് കുറഞ്ഞു കിട്ടട്ടെ. അവൻ ജനലടച്ചു. 15 മിനിറ്റിനകത്ത് മഴ പെയ്യാൻ തുടങ്ങി.
ഹല്ലേലൂയ. രണ്ടാമത്തെ ദിവസം മഴ പെയ്തു, മൂന്നാമത്തെ ദിവസം മഴ പെയ്തു, 13 ദിവസം 12 ദിവസം മഴ പെയ്തു. 13ാമത്തെ ദിവസം പ്രാർത്ഥിച്ചിട്ടും മഴയില്ല. 2-3 പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ടും മഴയില്ല. അന്നേരം ആരാണ്ട് വന്നിട്ട് കതകിന് കൊട്ടി. അവൻ കതകിന് കൊട്ടി നമുക്ക് അത് ഓർന്നപ്പോൾ ഇച്ചിരി തടിയനായിട്ടുള്ള ഒരു മനുഷ്യനോട് നിൽക്കുന്നു. പറഞ്ഞു, എൻ്റെ പേര് ഡോക്ടർ ജോൺ വില്യം എന്നാണ്. നിൻ്റെ മമ്മിയും ഞാനും കൂടെ കോളേജിൽ, ഫാത്തിമ കോളേജിൽ PDCക്ക് ഒന്നിച്ച് പഠിച്ച. ഞാൻ പഠിച്ചില്ലെങ്കിലും എൻ്റെ ഭാര്യയെങ്കിലും കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ ഇച്ചിരി ഗമയ്ക്ക് കയറി അടിക്കുക കേട്ടോ. സത്യമാണ്. പറഞ്ഞു, എൻ്റെ പേര് വില്യം ജോൺ എന്നാണ്. നിൻ്റെ മമ്മി ഞാനും കൂടെ ഒന്നിച്ച് പഠിച്ചതാണ്. നീ ഇവിടെ ഉണ്ടെന്ന് നിൻ്റെ മമ്മി എഴുതിയതുകൊണ്ട് നിന്നെ കാണാൻ വന്ന. കയറി വന്നിട്ടെങ്കിലേ അവൻ അദ്ദേഹം അവിടെ കയറിയിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞു. അപ്പം അന്നേരം പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് പോരാ. അന്നേരം ഞാൻ എൻ്റെ ഭാര്യ എടുക്ക് പറഞ്ഞു, എന്നെ ആദ്യമായിട്ട് കാണാൻ പോയില്ലയോ, എന്നെ കണ്ടിട്ടില്ല അതുവരെ അദ്ദേഹം, എൻ്റെ ഭാര്യയും കണ്ടിട്ടില്ല. പറഞ്ഞു, ആദ്യമായിട്ട് കാണാൻ പോലും എന്തുവാ കൊടുക്കുന്നത്. അന്നേരം അവർ പറഞ്ഞു, നമ്മൾ ഒരു ഫാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഇവിടെ ഇരിപ്പുണ്ട്, നമ്മൾ ഇതുവരെ അഴിച്ചിട്ട് പോലും ഇല്ല. ആ കൊച്ചൻ്റെ മുറി ഫാൻ ഇല്ലെങ്കിൽ ഇതങ്ങ് കൊടുത്തിട്ട് പോരാ. അദ്ദേഹം ചോദിച്ചു, കുഞ്ഞാ നിനക്ക് ഈ ഫാൻ വേണോ? എൻ്റെ മോന് അവനിച്ചിരി നാണച്ചോട് പറഞ്ഞു, അങ്കിളിന് വേണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ അകത്ത് പറയാതെ തിരിച്ചു കൊണ്ടുപോകല്ലേ എന്ന്. ദൈവം പ്രാർത്ഥന കേട്ടോ. എന്താ കാര്യം? വാഗ്ദത്തം ഉദ്ധരിച്ചപ്പോൾ നിങ്ങൾ ശൗല് വാഗ്ദത്തം ഉച്ചരിക്കേണ്ടതായിരുന്നു. നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുവാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്പാദ്യം വലിയൊരു കാറല്ല, MBBS ഡിഗ്രി അല്ല, വലിയൊരു ബാങ്ക് ബാലൻസ് അല്ല, ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിനകത്തുള്ള വിശ്വാസമാണ്, ഉറപ്പാണ്. ഹല്ലേലൂയ. അവന് വാഗ്ദത്തം കൊടുത്തതായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ അവനത് മറന്നു കളഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മാത്രമല്ല 9ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവന് വേറൊരു ഹൃദയം കൊടുത്തതായിരുന്നു, അതും അവൻ മറന്നുപോയി. 9ാം അധ്യായത്തിൻ്റെ 2ാമത്തെ വാക്യം പറയുന്നു, ഇസ്രായേൽ മക്കളിൽ അവൻ എല്ലാവരെക്കാളും തോൾ മുതൽ പൊക്കം വരെ അവൻ അതും മറന്നുപോയി. 4ാമത്തെ കാര്യം, ഇസ്രായേൽ ജനത്തെ ശത്രു അമ്മോന്യർ വന്നപ്പോൾ കന്നുകാലികളെ തീറ്റി മടക്കുന്ന ശൗലിൻ്റെ മേൽ, വാക്യം 6, ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ശക്തിയോടെ വന്നു, അവൻ്റെ കോപം ഏറ്റവും ജ്വലിച്ചു, അമ്മോന്യരോട് യുദ്ധം ചെയ്തു, അമ്മോന്യരെ സംഹരിച്ചു കളഞ്ഞു. ഹല്ലേലൂയ. അവൻ അതും മറഞ്ഞു കളഞ്ഞു. നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ എക്സ്പീരിയൻസ്, കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ മറക്കരുത്. ഹല്ലേലൂയ. അത് കൂടെ പറയണം, തന്നെത്താനെ പറയണം. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല വിശ്വാസത്തിൻ്റെ സന്ദേശം ദൈവം നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ കണ്ണാടിക്കകത്തോട്ട് നോക്കിയോ നിങ്ങൾ പറയുന്നതാണ്. എൻ്റെ ദൈവമോ, അവൻ എനിക്ക് ബട്ടൺസിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. ഞാൻ തിരുവനന്തപുരത്ത് നടന്നു പോകുന്ന സമയത്ത് താഴെ കിടക്കുന്ന ഒരു ബട്ടൺ ഞാൻ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതായിരുന്നു. എനിക്കൊരിക്കൽ 25 പൈസയുടെ ആവശ്യം. ദൈവം നിനക്ക് ചെയ്തിട്ടുള്ളത് നീ അങ്ങ് പറയുന്നു, അതായിരിക്കും ഏറ്റവും നല്ല സന്ദേശം. ഹല്ലേലൂയ. അവൻ പറയേണ്ടതായിരുന്നു, പക്ഷേ അവനതൊന്നും കേട്ടില്ല. അടുത്ത 5ാമത്തെ കാര്യം, 1 ശമൂവേൽ 14:47. ശൗൽ ഇസ്രായേൽ രാജ്യത്വമേറ്റ ശേഷം മോവാബിയർ, അമ്മോന്യർ, എദോമിയർ, 4ാമത്തെ ശോഭ രാജാക്കന്മാർ, ഫിലിസ്ത്യർ എന്നിങ്ങനെ ചുറ്റുമുള്ള സകല ജാതികളോട് യുദ്ധം ചെയ്തു. അവൻ ചെന്നിടത്തൊക്കെയും ജയം പ്രാപിച്ചു. അവൻ ആദ്യം പ്രവർത്തിച്ച് അമാല്യരെ ജയിച്ചു. അവൻ ആദ്യം എന്നല്ലോ, ഹല്ലേലൂയ, ശൗര്യം പ്രവർത്തിച്ച. ഇതൊക്കെ ഓർത്തിട്ട് പറയേണ്ടിയായിരുന്നു. ഇന്നലെ എന്നെ സഹായിച്ച ദൈവം ഇന്നും സഹായിക്കും. കാരണം എന്താണ്? വേദപുസ്തകം പറയുന്നു, ഈസ് ദ സെയിം യെസ്റ്റർഡേ. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. അവൻ ഇന്നലെ എനിക്ക് വേണ്ടി ചെയ്തതാ, ഇന്നലെ PG വർഗീസിന് വേണ്ടി ചെയ്തതാ, ഇന്നലെ ഇന്ന ദൈവദാസിന് വേണ്ടി ചെയ്തതാ, ഇന്നലെ വേറൊരു സ്ത്രീക്ക് വേണ്ടി ചെയ്തതാ, എനിക്കും ചെയ്യാൻ. ഹല്ലേലൂയ. പക്ഷേ ഇവിടെ ഗോലിയത്ത് ആക്രോശിക്കുമ്പോൾ ശൗൽ വിറയ്ക്കുന്നു, അവസരം നഷ്ടപ്പെടുത്തി. എന്താ കാര്യം? 1 ശമൂവേൽ 15ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ. അവിടെ പാർഷ്യൽ ഒബീഡിയൻസ് ആയിരുന്നു, ഒരു ഭാഗികമായ അനുസരണമായിരുന്നു. 11ാമത്തെ വാക്യം, ശൗലിനെ രാജാവായി വാഴിച്ചതിൽ ദൈവത്തിന് മനസ്താപം തോന്നി. ഞാൻ ഒരു ചോദ്യം ചോദിക്കാൻ പോവാ. നിങ്ങളെ രക്ഷിച്ചതിനകത്ത് ദൈവത്തിന് ദുഃഖമുണ്ടോ? അയ്യോ, എവനെ രക്ഷിക്കണ്ടായിരുന്നു, വേറെ ആരെങ്കിലും രക്ഷിച്ചാൽ മതിയായിരുന്നു. ഹല്ലേലൂയ. ദൈവം നിന്നെ രക്ഷിച്ചതിൽ ദുഃഖിക്കാൻ ഇടയായി തരരുത്. നിനക്ക് വീട് തന്നതിൽ ദുഃഖിക്കാൻ ഇടയായി തരരുത്. നിനക്ക് കാറ് തന്നതിൽ ദൈവം ദുഃഖിക്കാൻ ഇടയായി തരരുത്. നിൻ്റെ പോക്കറ്റിനകത്ത് രൂപ തന്നതിനകത്ത് ദുഃഖിക്കാൻ ഇടയായി തരരുത്. നിന്നെ ഒരു പാസ്റ്ററാക്കിയതിനകത്ത് ദൈവം ദുഃഖിക്കാൻ ഇടയായി തരരുത് കേട്ടോ. ഹല്ലേലൂയ. ദൈവം സന്തോഷിക്കുവാൻ ഇടയായി. ദൈവം ദുഃഖിച്ചു. ദൈവത്തിന് ദുഃഖം വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് ഒരു ചോദ്യം ചോദിക്കാം. യവനെ തെരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് അറിയാമായിരുന്നു. നമ്മളുടെ മുമ്പാകെ ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ 2 വഴിയുണ്ട്, ചെയ്യാൻ പാടില്ല. ഏതാ തിരഞ്ഞെടുക്കുന്ന അനുസരിച്ചിട്ടായിരിക്കും അടുത്ത ടേണിങ്. അതുകൊണ്ട് നിൻ്റെ മുമ്പാകെ ഏതെങ്കിലും തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുത്ത് എടുക്കണം. ഹല്ലേലൂയ. 23ാമത്തെ വാക്യം, ദൈവം തള്ളിക്കളഞ്ഞു. ഹല്ലേലൂയ. ഇനിയും പറയുന്നത് കേട്ടാട്ടെ, അവൻ ശമൂവേലിനോട് തെറ്റേറ്റു പറഞ്ഞു. അയ്യോ ദൈവദാസ. പക്ഷെ ദൈവത്തോട് ഏറ്റു പറഞ്ഞാട്ട് കേട്ടിട്ടില്ല. ചിലർ ദൈവത്തോട് ഏറ്റു പറയും, മനുഷ്യരോട് ഏറ്റു പറയത്തില്ല. ചിലർ മനുഷ്യരോട് ഏറ്റു പറയും, ദൈവത്തോട് ഏറ്റു പറയത്തില്ല. വാസ്തവത്തിൽ ഏറ്റു പറയുവാണെങ്കിൽ ജീവിതത്തിനകത്തൊരു വ്യത്യാസം ഉണ്ടാകണം.
അമ്മായിയമ്മ മരുമോളുമായിട്ട് വഴക്കാണ്. ഒരു ദിവസം അമ്മായിയമ്മ വിചാരിച്ചു ഇനി ഞാൻ മരുമോളുമായിട്ട് വഴക്കുണ്ടാക്കത്തില്ല. അതുകൊണ്ട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ, ഈ മരുമോളെ, ഈ അമ്മണിക്കുട്ടി, ഞാൻ നീയുമായിട്ട് വഴക്കുണ്ടാവണ്ട, നീ എൻ്റെ വീട്ടിൽ വന്ന്, നീ എൻ്റെ മോളല്ലയോ, അതുകൊണ്ട് നമുക്കിനി പക്ഷേ അടുത്ത ദിവസം നിൻ്റെ ജീവിതത്തിനകത്ത് അത് കാണുന്നില്ലെങ്കിൽ പിന്നെ നീ ഏറ്റു പറഞ്ഞുകൊണ്ട് എന്താ പ്രയോജനം? നിൻ്റെ ജീവിതത്തിനകത്ത് കാണട്ടെ. ദൈവത്തോട് ഏറ്റു പറഞ്ഞാൽ അത് കാണട്ടെ. ഹല്ലേലൂയ. ദൈവത്തോട് ഏറ്റു പറയാനുള്ള ദൈവത്തോട് ഏറ്റു പറയണം. മനുഷ്യരോട് ഏറ്റു പറയുന്നത് ദൈവത്തോട് ഏറ്റു പറയേണ്ടത് ദൈവത്തോട് ഏറ്റു പറയണം. മനുഷ്യരോട് ഏറ്റു പറയേണ്ടത് മനുഷ്യരോട് ഏറ്റു പറയണം. ഒരു ദിവസം എൻ്റെ മോൻ എന്തൊക്കെ ചോദിച്ചു, എൻ്റെ മൂത്ത മോൻ എന്തൊക്കെ ചോദിച്ചു, ഡാഡിക്ക് ആരോടെങ്കിലും ഒക്കെ ഏറ്റു പറയാൻ, ക്ഷമ ചോദിക്കാൻ വളരെ എളുപ്പമാണ്, എനിക്ക് വലിയ പ്രയാസമാണ്. ഞാൻ പറഞ്ഞു, മോനെ, ഞാനും ക്രിസ്തീയ ജീവിതം തുടങ്ങിയപ്പോൾ എനിക്കും പ്രയാസമായിരുന്നു. എന്നാൽ ഞാൻ സാവധാനത്തിൽ തെറ്റുകൾ ഏറ്റു പറഞ്ഞു വന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. തെറ്റ് ഏറ്റു പറയുമ്പോൾ വാസ്തവത്തിൽ ദൈവം പുഞ്ചിരിക്കുവാൻ ഇടയായിത്തീരും. ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വരും. ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ദൈവത്തോട് ഏറ്റു പറയുവാനുള്ള ദൈവത്തോട് ഏറ്റു പറയണം, മനുഷ്യരോട് ഏറ്റു പറയും. കാരണം വേദപുസ്തകം പറയുന്നു, നിങ്ങൾ ഭൂമിയിൽ കെട്ടിയിരിക്കുന്ന എല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഭൂമിയിൽ അഴിക്കുന്നത് വരെ മരുമോളോട് ചെയ്തത്, അമ്മായിമ്മയോട് ചെയ്തത്, അയലത്തുകാരോട് ചെയ്തത്, വിശ്വാസിയോട് ചെയ്തത്, സഭയിൽ കുത്തി വർത്തമാനം പറഞ്ഞത്, സാക്ഷ്യം പറഞ്ഞത് ദൈവം കേട്ടിട്ടുണ്ട് കേട്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശമൂവേലിൻ്റെ വസ്ത്രം കയറി പിടിച്ച് അത് കീറിപ്പോയി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ശപിക്കുന്നു. ഹല്ലേലൂയ. ഇനി പറയുന്നത് കേട്ടാട്ടെ. അവൻ ശമൂവേലിനെ വിളിക്കുന്നുണ്ട്, എൻ്റെ കൂടെ പറഞ്ഞു. ദൈവത്തെ വിളിച്ചില്ല. എന്നെ വേദനിപ്പിച്ചൊരു കാര്യമാണ്. അവൻ പറയേണ്ടിയായിരുന്നു, എൻ്റെ ദൈവമേ, ശമൂവേൽ എൻ്റെ കൂടെ വരുന്നു, ശമൂവേൽ വന്നാൽ മാത്രം പോരാ, ശമൂവേൽ വന്നാൽ ഒരു ദിവസമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ അനുഗ്രഹം, അവൻ എന്നെ വീഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുപോയി, അവൻ എൻ്റെ മേൽ പിടിച്ചിരുന്ന കൊടി സ്നേഹത്തിൻ്റെതായിരുന്നു. ആ കൊടി എൻ്റെ മേൽ ഉണ്ടായിരിക്കണം. ഞാൻ എവിടെയെങ്കിലും പോയാൽ, ഞാൻ കൊട്ടാരക്കരയ്ക്ക് പോയാൽ, ഞാൻ തിരുവനന്തപുരത്തേക്ക് പോയാൽ, ഞാൻ അമേരിക്കയിലേക്ക് പോയാൽ, ഞാൻ കാനഡയിലേക്ക് പോയാൽ, ഞാൻ എവിടെ പോയാലും നിൻ്റെ സ്നേഹത്തിൻ്റെ കൊടി എൻ്റെ മേൽ ഉണ്ടായിരിക്കണം. ഹല്ലേലൂയ. അതായിരിക്കട്ടെ ദൈവത്തിന് ദുഃഖിക്കുവാൻ. ഹല്ലേലൂയ. ദൈവം ദുഃഖിക്കാനിടയായി തീരും. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇനിയും പറഞ്ഞിട്ട് 37-ാമത്തെ വാക്യം. ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ കണ്ടില്ല, ശൗൽ അന്വേഷിച്ചു പോയില്ല. ദൈവത്തെ അന്വേഷിക്കാറുണ്ടോ? കർത്താവിൻ്റെ ദാസൻ എൻ്റെ വീട്ടിൽ വന്ന കാര്യം പറഞ്ഞു. ഞാൻ വർഷത്തിൽ 10 ദിവസം ഉപവാസ പ്രാർത്ഥനയിലിരിക്കും. പിന്നെ ഇരിക്കും, പക്ഷേ 10 ദിവസം, നവംബർ മാസത്തിൽ അത് മാറ്റത്തില്ല. 10 ദിവസം ഇരിക്കും. ഞാനും ലില്ലിയും മാത്രമേ ഉള്ളൂ. എൻ്റെ മകനും മരുമോളും ഒക്കെ അടുത്താണ്, 15 കിലോമീറ്റർ അപ്പുറത്താണ്. അവരെ പോലും വിളിക്കത്തില്ല. എന്തിനാണ്? ദൈവദാസന്മാരെ വിളിക്കാൻ ചിലവുണ്ട്. 10-15 ദൈവദാസന്മാരെ വിളിക്കുമ്പം ചിലവുണ്ട്. ചിലവല്ല, രൂപയേക്കാൾ കൂടുതലാണ് എനിക്ക് ആഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്കുണ്ടാകണം. അതുകൊണ്ട് അവരെ വിളിക്കുന്നു. ഞാൻ നിങ്ങളുടെയൊക്കെ പറയുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ഒരു വാഞ്ച ഉണ്ടാകട്ടെ. വീട് അത് വരട്ടെ, വന്നില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം. കാറ് അത് വരട്ടെ, വന്നില്ലെങ്കിലും അവൻ്റെ സാന്നിധ്യം. എൻ്റെ മോക്ക് MBBS അഡ്മിഷൻ കിട്ടണം, അത് കിട്ടിക്കോട്ടെ, അതില്ല എങ്കിലും അവൻ്റെ സാന്നിധ്യം. എനിക്ക് നല്ല ആരോഗ്യം, അത് കിട്ടണം, പക്ഷെ അത് കിട്ടിയില്ല എങ്കിലും അവൻ്റെ സാന്നിധ്യം. അതിനുവേണ്ടി ഒരാഗ്രഹം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഇവിടെ ഗോലിയാത്ത് വന്ന് ശല്യം ഉണ്ടാക്കുമ്പോൾ, ഒച്ച വെച്ചിട്ട് വർത്തമാനം പറയുമ്പോൾ, ദൈവത്തെ അപമാനിക്കുമ്പോൾ, ഇസ്രായേൽ ജനത്തെ അപമാനിക്കുന്ന സമയത്ത് അവൻ യാഗം കഴിച്ചില്ല, അവൻ പ്രാർത്ഥിച്ചില്ല. എന്തുകൊണ്ടാണ് അവൻ പരാജയപ്പെട്ടു പോയത്? ഞാൻ പറഞ്ഞുതരാം. പ്രാർത്ഥിക്കേണ്ടുന്ന സമയത്ത് അവൻ പ്രാർത്ഥിച്ചില്ല. ദൈവമായിട്ടുള്ള ബന്ധം തുടങ്ങിയത് നല്ലതായിരുന്നു, പക്ഷേ എവിടെയോ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ആത്മീകമായിട്ട് നഷ്ടമുണ്ടായി, നിങ്ങൾ കൈകൊട്ടുന്നുണ്ടായിരിക്കാം, നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കാം, നിങ്ങൾ കുലുങ്ങുന്നുണ്ടായിരിക്കാം. നല്ലതാണ്, ഇതൊക്കെ നല്ലതാണ് കേട്ടോ. ഞാൻ ഇതെല്ലാം ചെയ്യും, നിങ്ങളെക്കാൾ കൂടുതൽ ചെയ്യുന്നവനാണ് കേട്ടോ. ഞാൻ ചെണ്ടയെടുത്തടിക്കുന്നവനാണ്. പാരാജയം എൻ്റെ വീട്ടിൽ ചെണ്ടയെടുത്തടിക്കുന്നത്, ഞാൻ ടാമറിനെടുത്തടിക്കുന്നവനാണ്. എൻ്റെ കയ്യിൽ ഈ കുലുക്കുന്ന ഡാൻസ് ചെയ്യുന്ന ഒരു ഇതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇതൊക്കെ ഞാൻ ചെയ്യും. പക്ഷേ ഇതൊന്നുമല്ല എനിക്ക് ആവശ്യം, അവൻ്റെ സാന്നിധ്യം. അവൻ്റെ സാന്നിധ്യം. ഈ പുറമേയുള്ള പ്രകടനങ്ങൾ പോരാ, എനിക്ക് അവൻ്റെ സാന്നിധ്യം വേണം. എവിടെയെങ്കിലുമൊക്കെ തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിരപ്പ് പ്രാപിച്ച് അവൻ്റെ സാന്നിധ്യം പോകാം. ഹല്ലേലൂയ. അവന് പ്രാർത്ഥനയില്ലായിരുന്നു. മാത്രമല്ല, അവിടെ പ്രവാചകന്മാരുണ്ടായിരുന്നു, അവരെ ആരെയും വിളിച്ചില്ല. അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു, അവരെ ആരെയും വിളിച്ചില്ല. അവരെ ആരെയും ആദ്യകാലത്ത്, ഇനി പറയുന്നത് കേട്ടാട്ടെ, ആദ്യകാലത്ത് അവൻ്റെ ജീവിതത്തിനകത്ത് പ്രവാചകന്മാരുണ്ടായിരുന്നു, പുരോഹിതന്മാരുണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, ദൈവത്തിന് വാചകം. പക്ഷെ സാവധാനത്തിൽ രാജാവൊക്കെ ആയി, വീട്ടിൽ വേലക്കാരും ഒക്കെ ആയി, വലിയ വീടുമൊക്കെ ആയി, വലിയ കാറും ഒക്കെ ആയി. അന്നത്തെ കാലത്ത് കഴുതിയൊക്കെയാണ്. ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് താഴെ ഇരുന്ന് ആരാധിച്ചുകൊണ്ടിരുന്നവൻ കസേരയിലിരിക്കാൻ തുടങ്ങി. കസേരയിരിക്കുന്ന മോശമാണോ? അല്ല, അല്ല. എനിക്കിപ്പോൾ താഴെ ഇരിക്കാൻ പ്രയാസമുണ്ട്. എൻ്റെ മധ്യപ്രദേശ് ഇങ്ങനെ പൊങ്ങി വരികയാണ്. അതുകൊണ്ട് ഞാനും ഇങ്ങനെ കസേരയിലിരിക്കും. അതല്ല പ്രശ്നം. ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്ന്
നിന്റെ സാന്നിധ്യം എനിക്ക് വേണമെന്ന് വിചാരിച്ചോ നിലവിളിച്ചിട്ടുണ്ടോ? അവിടെ പുരോഹിതന്മാരുണ്ടായിരുന്നു, ആരാധന ഉണ്ടായിരുന്നു, വേദപുസ്തകം ഉണ്ടായിരുന്നു, ഒന്നും അന്വേഷിച്ചില്ല. ഞാൻ നിങ്ങളൊക്കെ ചോദിക്കാം, ശബ്ദം കേൾക്കുന്നവരൊക്കെ ചോദിക്കാം, നിങ്ങൾ അമേരിക്കയിലായിരിക്കാം, ഗൾഫിലായിരിക്കാം, ദൈവം നിങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ? നിങ്ങളെ തെരഞ്ഞെടുത്തിനകത്ത് ദുഃഖിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് പരിശുദ്ധാത്മ സ്നാനം ഓർത്ത് ദുഃഖിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭക്തി അഭിനയമായി പോയി തീർന്നു പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 40 ദിവസം അവർ ഭയപ്പെട്ടു. എന്തുകൊണ്ട്? അവർ ആരാധന നടത്തില്ല. 40 ദിവസത്തിനകത്ത് ആർക്കും പറയാമായിരുന്നു, 2 കാളയെ കൊണ്ടുവന്നാട്ടെ, 2 ആടിനെ കൊണ്ടുവന്നാട്ടെ, നമുക്ക് ദൈവത്തെ വിളിക്കാം, ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ വിളിക്കാം. ഹല്ലേലൂയ. എന്നാൽ ഇതാ വേറൊരു മനുഷ്യൻ, വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം, അവസരം നഷ്ടപ്പെടുത്താതെ ഇരുന്നൊരു മനുഷ്യൻ, ദാവീദ് വന്നു. 1 ശമൂവേൽ 17:12 മുതൽ. ഹല്ലേലൂയ. ശൗൽ കണ്ടത് പേടിപ്പിക്കുന്ന ഒരു ശത്രുവിനെ, ദാവീദ് കണ്ടത് സുവർണാവസരം. നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിട്ടുള്ള വെല്ലുവിളികളൊക്കെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ള ഒരു വലിയ അവസരമാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസമാകാം, നിങ്ങളുടെ രോഗശാന്തിയാകാം, എന്തെങ്കിലുമൊക്കെ ആയിരുന്നാലും ശരി, അതെല്ലാം ദൈവം തരുന്ന സുവർണാവസരങ്ങളാണ്. ഹിന്ദിയിൽ പറഞ്ഞാൽ ഏത്തോ മോക്ക ഹേ, ഏത്തോ മോക്ക ഹേ, ഏത്തോ മോക്ക ഹേ. ഇതൊരു സുവർണാവസരമാണ്. എൻ്റെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാനുള്ള അവസരമാണ്. ഹല്ലേലൂയ. 26-ാമത്തെ വാക്യം. അവൻ അത് കണ്ടപ്പോൾ അവൻ വ്യത്യസ്തനാണ്. ശൗൽ കണ്ടതുപോലെയല്ല, അവൻ ഓടുന്നവനല്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്തൻ ആര്? ഹല്ലേലൂയ. ഇതെൻ്റെ ഒരു പുസ്തകമുണ്ട് അവിടെ, ശത്രു നിങ്ങളുടെ കാൽ കീഴിൽ വായിക്കാം, കൊണ്ടുപോകണം കേട്ടോ. അതിനകത്ത് ഞാൻ വിവരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ ഒരിക്കലും അവനെ രാക്ഷസൻ എന്ന് വിളിച്ചില്ല, അവനെ ഒരിക്കലും ചാമ്പ്യൻ എന്ന് വിളിച്ചില്ല. അവൻ എന്തോ ഇനി പറയുന്നത് കേട്ടാട്ടെ, ശത്രു അർഹിക്കാത്തതായിട്ടുള്ള മഹത്വം അവന് കൊടുക്കരുത്. ശത്രുവിനെ ശത്രുവായിട്ട് കാണുവാൻ, പുച്ഛിച്ച് കാണുവാൻ ശ്രമിക്കണം. ഹല്ലേലൂയ. ശൗൽ കണ്ടു, ജനം കണ്ടു, ദാവീദും കേട്ടു. പക്ഷേ ഇവിടെ ഒരു മനുഷ്യൻ വ്യത്യസ്തം. ഹല്ലേലൂയ. അവൻ നോക്കിയപ്പോഴാണ് ഇതൊരു പാട്ടാണ്. അവൻ ചേട്ടന്മാരുടെയൊക്കെ ചോദിച്ചു, വഴിയെ പോയവർക്ക് പേടിച്ചോടുന്നവരൊക്കെ ചോദിച്ചു, ഇതെന്തുവാ കാര്യം? പറഞ്ഞു കാണിക്കുന്ന ഒരു മനുഷ്യനെ കണ്ടോ? ഇല്ല, ഞാൻ അതിന് മുമ്പ് പുറകിൽ നിൽക്കുന്ന ദൈവത്തെയാണ് കണ്ടത്. എന്തോ കാര്യം പറഞ്ഞാൽ, അവൻ ആരെങ്കിലും കൊല്ലാമെങ്കിൽ രാജകുമാരിയെ ഭാര്യയായിട്ട് കൊടുക്കും. അവൻ വിചാരിച്ച ഒരു നല്ല ഇതൊരു നല്ല സുവർണാവസരം, രാജകുമാരി സ്ത്രീധനം കൊടുക്കാതെ. ഇസ്രായേൽ ജനത്തിന് സ്ത്രീധനം ചെറുക്കൻ്റെ വീട്ടുകാർ പെണ്ണിൻ്റെ വീട്ടുകാർക്കാണ് കൊടുക്കുന്നത്. വേദോത്സവം അനുസരിക്കുന്നതെന്ന് പറയുന്ന വലിയ വാചകടിക്കുന്ന പെന്തിക്കോസുകാർ ഇവിടെ അല്ല, ഞങ്ങളുടെ നാട്ടിൽ ഇവിടുത്തുകാരങ്ങനെ ആയിരിക്കത്തില്ല. അവരും എന്തുവാ, സ്ത്രീധനം ഇങ്ങോട്ട് കൊണ്ടുപോവാ. അവർ 5 ലക്ഷം പറഞ്ഞാൽ അവർ പറഞ്ഞ് 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 അത് 15 ലക്ഷമാക്കും. പണ്ട് ആരാണ്ട് പറഞ്ഞു, പറയുന്നില്ല. ഇവിടെ സ്ത്രീധനമില്ലാത്ത നാടാന്ന് എൻ്റെയൊക്കെ നേരത്തെ ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഇനിയും പെമ്മക്കൾ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ കാണാൻ കെട്ടിക്കുക. വേണ്ട വേണ്ട വേണ്ട, ഉള്ളത് നിങ്ങൾ അനുഭവിക്കുന്നത് മതി. അവനൊരു പാട്ടായിരുന്നു. അവനെ കൊല്ലുന്നവൻ രാജകുമാരിയെ കൊടുക്കും, സ്ത്രീധനം കൊടുക്കാതെ കിട്ടും, ധാരാളം സ്വത്ത് കിട്ടും, ടാക്സ് കൊടുക്കാതെ കിട്ടും. ഹല്ലേലൂയ. അവൻ ബാക്കിയുള്ളവരൊക്കെ നെഗറ്റീവായിട്ട്, ബാക്കിയുള്ളവർ നിന്നോട് നെഗറ്റീവാണ്. ഈ പരീക്ഷ നിന്നെ കൊണ്ട് പാസ്സാകാനൊക്കത്തില്ല, ഈ രോഗി സൗഖ്യമാകത്തില്ല, നിനക്കിനിയും വീട് കിട്ടത്തില്ല, നിന്റെ കടഭാരം തീരത്തില്ല, ഇത് വലിയ പ്രശ്നമാണ്, ഇത് വലിയ പ്രശ്നമാണ്. ആളുകൾ പറയുന്നത് കേൾക്കരുത്. അവൻ്റെ ഒരാൾ പോലും, ഇനി പറയുന്നത് കേട്ടാണ്, എൻ്റെ സമയം തിരിയാണ്, അവൻ്റെ ഒരാൾ പോലും പോസിറ്റീവായിട്ട് പറഞ്ഞില്ല. എല്ലാവരും നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അവൻ്റെ സഹോദരന്മാർ നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അവൻ്റെ രാജാവ് നെഗറ്റീവായിട്ടാണ് പറഞ്ഞത്. അവൻ്റെ മനസ്സ് എന്ത് പറഞ്ഞു വേണം? അവൻ ദൈവത്തെ കാണേണ്ടിയതുപോലെ കണ്ടു. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകത്തില്ല, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. നിങ്ങൾ വേദപുസ്തകം കാണണം, ബാക്കിയുള്ളവർ പറയുന്നത് കേൾക്കരുത്. നിങ്ങളുടെ സാറന്മാർ പറഞ്ഞത്, എൻ്റെ മോൾ ജനിച്ചത് മന്ദബുദ്ധിയായിട്ടാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ പിള്ളേർ കഴിക്കുന്നത്? എൻ്റെ മോളതായിരുന്നു. ഹല്ലേലൂയ. പള്ളിക്കുടുത്തി കൊണ്ട് ചെന്നപ്പോൾ പ്രിൻസിപ്പൽ, കാത്തലിക് പ്രിൻസിപ്പൽ പറഞ്ഞു, നിങ്ങളുടെ മോൾ ഒരിക്കലും നിങ്ങൾ എടുക്കത്തില്ല, അവളെ മന്ദബുദ്ധികൾക്കുള്ള സ്കൂളിൽ കൊണ്ടുവിടണം. എൻ്റെ ദൈവമേ, അന്നേരം എനിക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലായി. ദൈവമേ, മന്ദബുദ്ധികളുടെ സ്കൂളിൽ കൊണ്ടുപോകണം. പഞ്ചാബിലെങ്ങും ഓടുന്ന സ്കൂളിൽ മദ്രാസിൽ കൊണ്ടുപോകണം. എനിക്ക് ആകെ വിഷമം തോന്നി. ഞാൻ എന്തോ ചെയ്യും എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. ഞാൻ വീട്ടിൽ ചെന്നു. എൻ്റെ ഭാര്യയ്ക്ക് എന്നേക്കാൾ കൂടുതൽ വേദവാക്യങ്ങൾ അറിയാം. ഞങ്ങൾ രണ്ടുപേരും കൂടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് നീ ഈ കുഞ്ഞിനെ നീ അനുഗ്രഹിക്കണം, നീ ഞങ്ങൾക്ക് തന്ന മകളാണ്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം ലീലയുടെ ലീലയുടെയൊക്കെ പറഞ്ഞ സ്നേഹം കൊണ്ട് പറഞ്ഞതാ, മോളെ ഈ പണി നിന്നെ കൊണ്ടൊക്കത്തില്ല, അതിനുള്ള തൊലിക്കട്ടി നിനക്കില്ല. ഉപദേശിമാർക്ക് ഒത്തിരി തൊലിക്കട്ടി വേണം, ഉപദേശിമാരുടെ ഭാര്യമാർക്ക് അതിനേക്കാളും തൊലിക്കട്ടി വേണം, നിന്നെ കൊണ്ട് ഇത് ഒക്കത്തില്ല. മാത്രമല്ല ഞങ്ങൾക്ക് ഉള്ള പെങ്ങൾ നീ മാത്രമാണ്. നീ അങ്ങ് പോയി കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ നല്ല തുണികളൊക്കെ നടക്കും,
ഫിജി വർഗീസിൻ്റെ രൂപയൊന്നും കാണത്തില്ല. കീറിയ തുണി ഇട്ടുണ്ട്, വല്ലവരും തരുന്ന സെക്കൻഡ് ഹാൻഡ് തുണി ഇടേണ്ടി വരും. നിൻ്റെ മക്കളൊക്കെ വല്ലവരും തരുന്ന സെക്കൻഡ് ഹാൻഡ് നിക്കറും ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കും. ഞങ്ങളുടെ മക്കളൊക്കെ നല്ല ചിക്കനും ഒക്കെ കഴിച്ച് നല്ലവരും പൊതുപതാതിരിക്കും. നിൻ്റെ മക്കളൊക്കെ LLB ആയിരിക്കും. ഞങ്ങളുടെ മക്കളൊക്കെ ഇംഗ്ലീഷ് പറയുമ്പോൾ നിൻ്റെ മക്കളൊക്കെ പഞ്ചാബിയോ ഡോഗ്രിയോ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു, എൻ്റെ അളിയൻ പറഞ്ഞത് സ്നേഹത്തോടെ പറഞ്ഞതാ ഞങ്ങൾക്ക് സംഭവിക്കുന്നു. എൻ്റെ മോൾ ഇംഗ്ലീഷ് പറയത്തില്ല, എൻ്റെ മോൾ നല്ല സ്കൂളിൽ പോയി പഠിക്കത്തില്ല. വീട്ടിൽ കൊണ്ടുവന്നു. ഞാൻ ഇല്ലിയും കൂടെ തലയിൽ കവിച്ച് പ്രാർത്ഥിച്ചു. ഇന്ന് അവളുടെ ഇനി പറയാം. ഹല്ലേലൂയ. ആദ്യത്തെ വർഷമൊക്കെ റിപ്പോർട്ട് കാർഡ് കിട്ടി. അതിനകത്ത് എഴുതിയിരുന്നു 50-ാമത്തെ കുറിച്ച്, ഏറ്റവും ലാസ്റ്റ്. അടുത്ത വർഷം 50-49, അടുത്ത വർഷം 50-47. സാവധാനത്തിൽ ഉയർന്നു പോയി. 12ാം ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടെ ഞങ്ങളുടെ ടീച്ചർ മാൻചന്ത എന്ന് പറഞ്ഞ ആൾ സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ മോൾ യു മേഡ് എ മിസ്റ്റേക്ക്, നീ ഒരു അബദ്ധം കാണിച്ചു. അവളെ സയൻസ് ഗ്രൂപ്പിനകത്ത് ഇട്ടിരിക്കുകയാണ്, CBSE സിസ്റ്റത്തിനകത്ത് വിട്ടിരിക്കുകയാണ്. ഒരു കാലത്തും നിൻ്റെ മോൾ 12ാം ക്ലാസ് പാസ്സാകത്തില്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടൊന്നും പറഞ്ഞില്ല, പക്ഷെ ഞാൻ ഇങ്ങനെ കാലുകുലുക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു, യു ഡോണ്ട് നോ മൈ ഗോഡ്, നിനക്കെൻ്റെ ദൈവത്തെ അറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. നീ എഴുതുന്ന ചീട്ടുണ്ടല്ലോ, അത് മാറ്റി എഴുതാൻ കഴിവുള്ളവനാണ് എൻ്റെ ദൈവം. സയൻസ് ടീച്ചറാണ് പറഞ്ഞത്, മനസ്സെന്താ നിങ്ങൾ ഒരു കാലത്തും പാസ്സാകത്തില്ല. എൻ്റെ മോൾ പാസ്സായി. ആ വർഷം പാസ്സായില്ല, പക്ഷേ അടുത്ത വർഷം പാസ്സായി. ഇന്ത്യയിലെ ഏറ്റവും നല്ല കോളേജാണ് മൗണ്ട് കാർമൽ കോളേജ്, ബാംഗ്ലൂരിൽ. അവിടെ ചെന്ന് ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിക്കുന്ന വിദ്യാർത്ഥിനികളിൽ ഒരു വിദ്യാർത്ഥിനിയായിട്ട് അവൾ BSc പാസ്സായി. അമേരിക്ക പോയി MSc പാസ്സായി. അമേരിക്കയിൽ നമുക്ക് ഡോക്ടറേറ്റ് കിട്ടി. ഇന്ന് അവളുടെ പേര് ഡോക്ടർ ആനി വർഗീസ് PhD, ഡയറക്ടർ, യൂണിവേഴ്സിറ്റി സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ്. എങ്ങനെ സംഭവിച്ചു? എൻ്റെ ദൈവം. നിൻ്റെ സാറ് പറയുന്നത് നീ കേൾക്കരുത്, നിൻ്റെ അപ്പൻ പറയുന്നത് നീ കേൾക്കരുത്, മറ്റുള്ളവർ പറയുന്നത് നീ കേൾക്കരുത്, പ്രവാചകൻ പറയുന്നതും കേൾക്കരുത്. എന്നോട് പറഞ്ഞാണ്, പ്രവാചകൻ പറഞ്ഞാണ്. പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്രവാചകൻ്റെ ഒക്കെ പറഞ്ഞാണ്. അദ്ദേഹം ഇല്ല, അതുകൊണ്ട് പറഞ്ഞാലും കുഴപ്പം, പേര് പറയത്തില്ല. അദ്ദേഹം മരിച്ചുപോയി. അതല്ലേ, അദ്ദേഹം പറഞ്ഞാണ്, നീ അവിടെ പോയിട്ട് പിശാചിൻ്റെ ആ ദേവിയുടെ കാല് ചൊറിയുക ഇല്ലയോ, നിനക്ക് ഒരാത്മാവിനെയും കിട്ടത്തില്ല. അദ്ദേഹം അധികം അഹങ്കാരം പറയുന്നില്ല. ഒരു വർഷത്തിനധികം 100 ക്രൈസ്തവരെ സ്നാനപ്പെടുത്തി ഒരൊറ്റ വർഷത്തിനകത്ത്. ജമ്മു കാശ്മീരിലെ ഏറ്റവും വലിയ സഭ എൻ്റേതായി തീർന്നു. എങ്ങനെയാണ്? പ്രവാചകൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കാതെ ഇരുന്നതുകൊണ്ട്. കാരണം എനിക്കറിയാമായിരുന്നു ദൈവത്തിൽ നിന്നായിരുന്നില്ല. എനിക്കറിയാം ഞാനവിടെ ചെന്നിട്ട് ദേവിയുടെ കാല് ചൊറിയുകയല്ലായിരുന്നു. രാവിലെ തൊട്ട് ഞാൻ ബസ് സ്റ്റാൻഡിൽ ചെന്നിട്ട് കാല് ചൊറിയുകയല്ല, ഞാൻ ട്രാക്ട് കൊടുക്കുകയാണ്. ഹല്ലേലൂയ. എൻ്റെ ഭാര്യയെടുക്കലെ പ്രവാചകൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവിന് നീ എന്നും ഒരു മുള്ളായിരിക്കും. ഹല്ലേലൂയ. എൻ്റെ ഭാര്യ എനിക്ക് കിട്ടിയതിനകത്ത് ഞാൻ ദൈവത്തിന് സ്വോത്രം പറയാത്ത ഒരൊറ്റ ദിവസമില്ല കേട്ടോ. ഹല്ലേലൂയ. എന്താ കാര്യം? എൻ്റെ പ്രവാചകൻ തൻ്റെ മനസ്സിൽ നിന്നാ പറഞ്ഞെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് നിന്നോട് പ്രവാചകൻ പ്രവചിച്ചു കാണും. ഹല്ലേലൂയ. നിൻ്റെ അപ്പൻ നിന്നോട് പറഞ്ഞു കാണും, നിൻ്റെ പാസ്റ്റർ നിന്നോട് പറഞ്ഞു കാണും. വേറെ ആരെങ്കിലും ഒക്കെ പറഞ്ഞാലും വിശ്വസിക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. ദാവീദ് കണ്ടു, എന്നെ അനുഗ്രഹിച്ചതാണ്, ശമൂവേൽ വന്ന് എന്നെ അനുഗ്രഹിച്ചതാണ്, അവൻ എന്നെ അഭിഷേകം ചെയ്തതാണ്, അഭിഷേക തൈലം എൻ്റെ തലയിലുണ്ട്, അതുള്ളിടത്തോളം കാലം എനിക്ക് ഭയപ്പെടാനില്ല, യവനെ ഞാൻ കൊല്ലും. അവൻ പിന്നെ അങ്ങോട്ട് പറഞ്ഞതെല്ലാം വിശ്വാസത്തിൻ്റെ വാക്കുകളാണ്. നിങ്ങളെ നോക്കി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം, നിങ്ങളുടെ ദേശത്തെ നോക്കി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം, നിങ്ങളുടെ സഭയെ നോക്കി വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം, വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയണം. പോൾ യോങ്കിച്ചോ സഭ തുടങ്ങിയത് 5 പേരുമായിട്ടാണ്, വെറും 5 പേര്. ഞാൻ അദ്ദേഹത്തിനെ അറിയാം, അദ്ദേഹത്തിന് എന്നെ അറിയാം, മരിച്ചുപോയി. അദ്ദേഹം രൂപയൊന്നും തന്നിട്ടില്ല. ഇത് പറയുമ്പോഴത്തേക്ക് ആളുകൾ വിചാരിക്കും രൂപ തന്നു കേട്ടോ. അദ്ദേഹം ആർക്കും രൂപ കൊടുക്കുന്ന കൂട്ടത്തിലല്ല, അതിൻ്റെ വേറെ വിധത്തിലാണ് അദ്ദേഹം സൂക്ഷിച്ചിട്ട് വേല ചെയ്യുന്നത്. പോട്ടെ. ഹല്ലേലൂയ. അദ്ദേഹം വേല തുടങ്ങിയത് 5 പേരുമായിട്ടാണ്. അദ്ദേഹം 5 പേരോട് പ്രസംഗിക്കുകയാണ്. ദൈവമക്കളെ. അത് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങൾ ആകെ 5 പേരേ ഉള്ളൂ, ഇങ്ങനെ കിടന്ന് ചലയ്ക്കേണ്ട കാര്യമില്ല, ഞങ്ങളുടെ ചെവി പൊട്ടിപ്പോന്നു. അയാൾ പറഞ്ഞു, നിങ്ങൾ കാണുന്നത് 5 പേരെയാണ്, ഞാൻ കാണുന്നത് 3000 പേരെയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് പറ്റി? 3000 പേരെ കണ്ടു, 10000 പേരെ കണ്ടു, 1,00,000 പേരെ കണ്ടു. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് 7,00,000 പേരുണ്ടായിരുന്നു. എന്താണ്? കാണുന്നതിന് മുമ്പേ നിങ്ങൾ കണ്ടെങ്കിൽ മാത്രമേ കാണാൻ സാധ്യമായിട്ടുള്ള കാര്യത്തെ കാണാനൊക്കത്തുള്ളൂ. നിൻ്റെ പുരയിടത്തെ നിനക്ക് കാണണം, നിൻ്റെ വീടിനെ വലുതായിട്ട് നീ കാണണം, നിൻ്റെ ആരോഗ്യത്തെ നീ വലുതായിട്ട് കാണണം, മക്കളില്ലാത്ത നീ മക്കളെയും കൊണ്ട് നടക്കുന്നത് നീ കാണണം. ഹല്ലേലൂയ. ഡിഗ്രി ഇല്ലാത്ത നിങ്ങൾക്ക് 1, 2, 3, 4 ഡിഗ്രികൾ എഴുതി വെക്കുന്നത് നിങ്ങൾ കാണണം. ഹല്ലേലൂയ. അസംഭവ്യമായിട്ടുള്ളത് കാണണം. ഹല്ലേലൂയ. എങ്ങനെ? വിശ്വാസത്താൽ. എങ്ങനെ? പറഞ്ഞ്. എങ്ങനെ? ബലാത്കാരമായിട്ട് പിടിച്ചെടുത്തിട്ട്. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഹല്ലേലൂയ, ബലാത്കാരികൾ ദൈവരാജ്യം പിടിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന് ഒരു ഒരപ്പൻ വരികയാണ്, മാസത്തിലൊരിക്കൽ വരുമെന്ന് വിചാരിച്ചു. ജോലി അങ്ങ് കാസർഗോഡാണ്, ആ മാസത്തിലൊരിക്കൽ വരും.
പ്രാവശ്യം കാറിനകത്ത് അവിടെ വന്നു. കാറിനകത്ത് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് 5 വയസ്സുള്ള ഒരു കൊച്ചുണ്ട്. അച്ഛൻ അങ്ങോട്ട് ഓടിച്ചെന്ന് ഡാഡി ഡാഡി ഡാഡി. ഈ കൊച്ചങ്ങോട്ട് ഓടിച്ചെന്നു. അപ്പൻ അങ്ങോട്ട് എടുത്തു. ഇനിയും പറയുന്നത് കേട്ടാട്ടെ. ആ കൊച്ചെന്ത് ചെയ്യും? കൊച്ചൻ്റെ അപ്പൻ്റെ കയ്യിൽ നിന്ന് പേന ഇങ്ങെടുക്കും. മറ്റേ പേന ഇങ്ങോട്ട് എടുക്കും. ആർക്ക് വേണം പേന? ആർക്ക് വേണം പേന? ആർക്ക് വേണം പേന? ആർക്ക് വേണം പേന? ഇങ്ങോട്ട് എടുക്കും. ഹല്ലേലൂയ. അപ്പൻ എന്താ പറയും? എടുക്കരുതെന്ന് പറയും. എടുത്തോ എടുത്തോ, നീ എൻ്റെ പൊന്നുമോളല്ലേ, എടുത്തോ എടുത്തോ. നിങ്ങൾക്ക് ബലാത്കാരമായിട്ട് ആരോഗ്യം, ബലം, ദൈവകൃപ ഇല്ലാത്ത കൃപാവരങ്ങൾ അപ്പനെങ്കിൽ പിടിച്ചെടുക്കാം. ഹല്ലേലൂയ. അവൻ സ്നേഹിക്കുന്നവനാണ്, അവൻ കരുതുന്നവനാണ്. വേദപുസ്തകത്തിനകത്ത് പറഞ്ഞിട്ട് പറയണം, ഇവിടെ നീ എഴുതി വെച്ചിരിക്കുന്നു എനിക്കിത് തന്നേ ഒക്കത്തുള്ളൂ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്നു എനിക്ക് തന്നേ ഒക്കത്തുള്ളൂ. ഇവിടെ എനിക്ക് സ്വർഗത്തിൽ വരുമ്പോഴല്ല ഇതൊക്കെ വേണ്ടിയത്. എനിക്ക് വേണ്ടുന്നത് ഇവിടെയാണ്, ഈ ലോകത്തിലാണ്. ഇവിടെയാണ് വേണ്ടത്. എനിക്ക് ആരോഗ്യം, എനിക്ക് കാലിന് ബലം, എൻ്റെ കൈകൾക്ക് ബലം, എൻ്റെ വയറിനകത്ത് സൗഖ്യം, എൻ്റെ കണ്ണിനകത്ത് സൗഖ്യം, എൻ്റെ എവിടെ കണ്ണ് ഇവിടെ കണ്ട കണ്ണിന് സൗഖ്യം. ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ചാട്ടെ.